نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين بنور رسول الله أشراقت الدنيا ففي نوره كل يجيء ويذهب براه جلال الحق للخلق رحمة ففي بده كل الورى يتقلب بدا مجده من قبل نشآت آدم فاسماؤه في العرش من قبل تكتب بمبعاثه كل النبيين بشرت فما مرسل إلا له كان يخطب صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه الحمد لله ബഹുമാന്യരായ ചുള്ളിക്കോട് ഉസ്താദ് അവർകൾ നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഗഹനമേറിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു പ്രഭാഷണം നമുക്ക് നടത്തി തന്നു. അല്ലാഹു തആല അവിടുത്തേക്ക് നമ്മുടെ മുഴുവൻ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും ദീനിൻ്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്കിലാണ്. എല്ലാ ആളുകളും എല്ലാ പ്രദേശങ്ങളിലും മഹാന്മാരുടെ സവിധത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മഖ്ബറയിൽ ചെന്നാലും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ മഖ്ബറകളിലൊക്കെ അത്ര തിരക്ക് രൂപപ്പെട്ടു വരാൻ കാരണം?
ആ മഹാന്മാർക്ക് അല്ലാഹു നൽകിയ മഹത്വം കൊണ്ടാണ്. എല്ലാ മസാറുകളിലും വലിയ തിരക്കാണ്. കണ്ടിട്ടില്ലാത്ത ആളുകളാണല്ലോ കൂടുതൽ അവിടെ വരുന്നത്. കണ്ടവർ വളരെ കുറവാണ്. ഇന്ത്യയുടെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമായ അജ്മീറിൽ എന്തൊരു തിരക്കാണ്. ഇപ്പം അവിടെ പോകുന്ന ആളുകൾ ആരും അജ്മീർ ഷെയ്ഖിനെ കണ്ടവരല്ല. തമിഴ്നാട്ടിലെ ഏർവാടിയിൽ എന്തൊരു തിരക്കാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൽ വലിയ ജനക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടുന്നത്. ഉദ്ദേശ്യ സാഫല്യങ്ങൾക്ക് വേണ്ടി, രോഗശമനത്തിനും കാര്യനിർവഹണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മഹാന്മാരുടെ സവിധത്തിലുള്ള ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ ഭാഗങ്ങളിലും വലിയ തിരക്കനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഉറൂസിലും അവസാന ദിവസവും മറ്റുമൊക്കെ നമുക്കത് കാണാൻ കഴിയും. എത്ര ആളുകളാണ് ഈ മസാറിൽ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നത്. മഹാന്മാർക്ക് അല്ലാഹു നൽകുന്ന നേട്ടം എത്രമാത്രം വലുതാണ്. അത്രയും നേട്ടം അവർക്ക് ലഭിക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ സമരം ചെയ്യേണ്ടതുപോലെ സമരം ചെയ്ത് അവർ ജീവിച്ചു എന്നതുകൊണ്ടാണ്. അതേപോലെയുള്ളൊരു സമരം നമുക്കും ഉണ്ട്. പക്ഷേ ആ സമരമുഖത്ത് നമ്മൾ ഇപ്പോഴുണ്ടോ ഇല്ലേ എന്നറിയില്ല. പ്രധാനമായും നമുക്കുള്ള സമരം ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളോടുള്ള സമരത്തേക്കാൾ വലിയ സമരം നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഹവയോടുള്ള സമരമാണ്. നമ്മുടെ ജന്മശത്രുവായ ഇബ്ലീസുൽ ലഈൻ അവനോടുള്ള സമരമാണ്. ആ രണ്ട് സമരമുഖങ്ങളും പ്രശ്നമാക്കാതെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അവരോട് വലിയ യോജിപ്പിലും ഐക്യത്തിലും സ്നേഹത്തിലുമായി നമ്മുടെ ശത്രുക്കളെ കൂടെ കൊണ്ട് നടക്കുന്നവരാകും. നമ്മുടെ വലിയ ശത്രുവായ ഹവ, നമ്മുടെ തടീച്ച, അതിന് വഴിപ്പെട്ടു പോകാതിരിക്കുന്നതാണ് മഹാന്മാർക്ക് അല്ലാഹു നൽകിയ വലിയ വിജയം. വഅബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. ഇമാം യാഫി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു, അബ്ദുൽ ഹവയും അബ്ദുർ റബ്ബും, ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യനും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളും രണ്ടും വേർതിരിയുന്ന രണ്ട് സന്ദർഭങ്ങൾ. ഒന്ന് ലദാ ശഹ്വത്തിൻ, ആഗ്രഹങ്ങൾ മുന്നിട്ട് വരുമ്പോൾ പറ്റാത്ത ആഗ്രഹങ്ങളോട് വിയോജിപ്പ് കാണിക്കാൻ വലിയ സമരം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മധുരം പറ്റൂല, പക്ഷെ താല്പര്യം കൂടുതൽ മധുരത്തോടായിരിക്കും. പറ്റൂല, നിങ്ങൾ ഷുഗർ ഹൈ ലെവലിലാണെന്ന് പറഞ്ഞാലും എന്നാലും ബറക്കത്തിന് കുറച്ചെങ്കിലും തൊട്ടു നോക്കാന്ന് പറയൂ. ബറക്കത്ത് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് മധുരം ആസ്വദിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായി വരില്ലേ? അതിനേക്കാളും വലിയ താല്പര്യം വരും അരുതായ്മകൾ മുന്നിൽ വെളിവാകുന്ന സമയത്ത്. അതിനോട് സമരം ചെയ്ത് ജീവിക്കും അള്ളാഹുവിൻ്റെ അടിമകൾ. കാണാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല എന്ന നിരോധനാജ്ഞകൾ ഉള്ളയിടത്ത് അതങ്ങനെ തന്നെ നിർവഹിക്കണം എന്ന് ശാഠ്യം പിടിക്കും അബ്ദുർ റബ്ബ്, അള്ളാഹുവിൻ്റെ അടിമകൾ. അങ്ങോട്ട് നോക്കാൻ പാടില്ലേ? എന്നാ പിന്നെ നോക്കേണ്ടതില്ല. അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂലേ? എന്നാ പിന്നെ പോകേണ്ടതില്ല. ഒന്ന് പോയി നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കുക. പറ്റാത്തതാണോ എന്ന് വീക്ഷിക്കുക. അതിനൊന്നും അവരില്ല, മാറി നിൽക്കും. അതേ സമയത്ത് അബ്ദുൽ ഹവ,
താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യൻ താല്പര്യങ്ങൾ, പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവനത് സ്വാഗതം ചെയ്യും, അതിനടിമയായി ജീവിക്കും, അതിന് നേരം കണ്ടെത്തും. എത്ര വലിയ ജോലി തിരക്കിനിടയിലാണെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സമയം അവൻ്റെ ടൈം ടേബിളിൽ ഉണ്ടാകും. അത് അബ്ദുൽ ഹവക്കുള്ള ഒരു കാര്യമാണ്. തിരക്ക് പിടിച്ച കുടുംബജീവിതത്തിനിടയിലാണെങ്കിലും അവന് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമയാണെങ്കിൽ സിനിമക്ക് അവൻ നേരം കണ്ടെത്തും. ആ നേരൊക്കെ ഒഴിവാക്കിയിട്ട് അതൊന്നും വേണ്ട, നമ്മുടെ കുട്ടികളെ കുറച്ചു നേരം പഠിപ്പിക്കാന്ന് കരുതിയാൽ അത് പറ്റൂല. അവര് വേണമെങ്കിൽ പഠിച്ചോട്ടെ, ഈ നേരം ഇത് കണ്ടെങ്കിൽ ഇത് നടക്കൂ. അങ്ങനെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ പറ്റാത്ത കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ എതിർത്ത് നിൽക്കാനുള്ള കഴിവ്, അത് സഹോദരന്മാരെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട ആളുകൾക്കുള്ള കഴിവാണ്. അതിന് സ്വന്തം ശരീരത്തോടും എതിർക്കണം, ഇച്ഛയോടും എതിർക്കണം, പിശാചിനോടും എതിർക്കണം. ആ ഒരു എതിർപ്പ് എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മുന്നിലുള്ള സമരമുഖമാണ്. വിശ്വാസി എപ്പോഴും അങ്ങനെയാണ്. അവൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹത്തെ അവൻ അളക്കേണ്ടത് അള്ളാഹുവിൻ്റെ മീസാന് കൊണ്ടാണ്, ശറഇന്റെ മീസാന് കൊണ്ട്. ശരീഅത്തനുസരിച്ച് എനിക്കത് പറ്റുമോ, നാട്ടുകാരൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, കൂട്ടുകാർ പലരും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, അള്ളാഹുവിൻ്റെ നിയമപ്രകാരം എനിക്കത് പറ്റുമോ. ഇല്ല എന്നാണ് ഒരു ചെറിയ മറുപടി കിട്ടുന്നത് എങ്കിൽ ഉടനെ മാറിയേക്കണം. ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ സ്വീകരിക്കാം എന്ന നിലക്കല്ല. പറ്റുകയില്ല എന്നാണോ 1% അതിന് മറുപടി, എന്നാ പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ പോണ്ട. നമ്മളത് ചെയ്യാനും പോകണ്ട, അത് കാണാനും പോകണ്ട, അത് ഒരുങ്ങാനും പോകണ്ട. വടിയോരങ്ങളിൽ ഇരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസ് പറഞ്ഞിരിക്കുന്ന സ്വഹാബിമാരോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുഖാത്ത്. ചിലപ്പോഴേക്കുണ്ടാകും ചില വഴികളിൽ ഇങ്ങനെ ആരെയോ കാത്തു നിൽക്കുന്ന ചില ആളുകൾ. ആരെയെന്ന് വെച്ചാൽ പേരൊന്നും ഉണ്ടാകൂല, ആരെ കാണാനാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ മറുപടി ഒന്നും ഉണ്ടാകൂല, വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് പറയും. ഈ വഴിയോരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചിരിക്കണം എന്നാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ ഈ ഇരുത്തത്തിന് നിങ്ങൾ നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കണം. ഒന്നാമതായിട്ട് ഗള്ളുൽ ബസർ, രണ്ടാമതായിട്ട് കഫുൽ അദാ, റദ്ദുസ് സലാം, അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഒക്കെ പോകുന്ന ഒരു ഇടമാണിത്. യഥേഷ്ടം നോക്കിയേക്കരുത്. ഗള്ളുൽ ബസർ, കണ്ണ് ചിമ്മാൻ പറഞ്ഞിടത്ത് കണ്ണ് ചിമ്മിയേക്കണം. ഒരു നോട്ടം നോക്കിയിട്ട് പിന്നൊരു നോട്ടവും കൂടി നോക്കേണ്ട ഒരു ഗതികേട് വന്നേക്കരുത്. അവിചാരിതമായ ഒരു നോട്ടം സംഭവിച്ചു, രണ്ടാമത് ഒന്നിലേക്ക് നിങ്ങളെ മനസ്സ് മന്ത്രിക്കും. നിങ്ങളുടെ ഹവ നിങ്ങളോട് പറയും ഒന്നുകൂടി നോക്കിക്കോ എന്ന്. ശൈത്താൻ ഇപ്പുറത്ത് നിങ്ങളെ പ്രേരിപ്പിക്കും. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ, അവസാനമായൊരു കാഴ്ചയാണെങ്കിലോ ഒന്നുകൂടി കണ്ടോ. ചിലപ്പോ ശൈത്താൻ നിന്റെ വക്രബുദ്ധിയിൽ ഇട്ടു തരും. ഒരു കാഴ്ചക്ക് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് കണ്ണ് ചിമ്മാതെ കുറെ നേരം അങ്ങ് നോക്കിയാൽ മതി. കണ്ണ് നീ ചിമ്മുമ്പോഴല്ലേ ഒന്ന് എന്ന് പറയുക. കണ്ണ് ചിമ്മാതെ കുറെ നേരം അങ്ങ് നോക്കിക്കോ. കണ്ണിന്റെ പോളകൾ ഇമവട്ടാതെ കുറെ നേരം നോക്കിക്കോ. ഒരു നോട്ടമായിട്ടല്ലേ കൂട്ടൂ. അങ്ങനെയൊക്കെ നിന്റെ ബുദ്ധിയിൽ ശൈത്താൻ വന്ന് പിന്തിരിപ്പൻ ശൈലി തന്നേക്കും. പക്ഷേ നീ എവിടെ ഇരിക്കുന്നവനാണോ, ഗള്ളുൽ ബസർ, പീഡികത്തിണ്ണയിൽ ഇരിക്കുന്നവരോടും അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളുമൊക്കെ വന്ന് കയറുന്നിടത്ത് കുത്തിയിരിപ്പ് നടത്തുന്നവരോടും
വിശുദ്ധ ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്. പലരും വന്നുപോകുന്ന മാർക്കറ്റുകളിൽ വെറുതെ സ്വറ പറയാനിരിക്കുകയാണ്. കൂട്ടുകാരുമൊത്ത് നല്ല നല്ല സംസാരങ്ങൾ പറയാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് ഗള്ളുൽ ബസർ, കണ്ണ് ചിമ്മിയേക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുമ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫ വരെ പിൻസീറ്റിലായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കയറ്റി. അവിടെ എത്തിയപ്പോൾ തിരിച്ചിങ്ങോട്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് മടങ്ങുമ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വാഹനത്തിൽ കയറ്റി. കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കുറെ അങ്ങ് സഞ്ചരിച്ചപ്പോൾ വാഹനപ്പുറത്ത് രണ്ടുപേരും യാത്ര ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വീക്ഷിക്കുമ്പോ കുറച്ചപ്പുറത്ത് നിൽക്കുന്ന നല്ല സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു നോട്ടം നോക്കി. അപ്പോഴേക്ക് തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. നോക്കരുത് എന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ആ പെണ്ണ് നിൽക്കുന്നത് ഇവരെ നോക്കാനാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സംശയം ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ് ആ പെണ്ണിന്റെ സംശയം? എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി അല്ലാഹുവിൻ്റെ റസൂലേ. ഉപ്പ മരിക്കുമ്പോൾ ഉപ്പക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. ഹജ്ജ് വീട്ടാതെയാണ് ഉപ്പ മരണപ്പെട്ടു പോയത്. ഉപ്പാക്ക് പകരം ഞാൻ ഹജ്ജ് ചെയ്താൽ മതിയാകുമോ? നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്തോ, നിങ്ങൾക്ക് കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും കൊടുത്തു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നോട്ടം നോക്കിയപ്പോഴേക്ക് തങ്ങൾ കൈകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് നോക്കരുത്. പലരും പല റൂട്ടിലൂടെയും പോകുന്നുണ്ടാകും. നമ്മുടെ നോട്ടങ്ങളെ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. അത് നമ്മുടെ ശരീരത്തോട് നാം നിർവഹിക്കുന്നൊരു സമരമാണ്. എൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കാൻ എനിക്ക് അള്ളാഹു കഴിവ് തരുന്നത് ഞാൻ ആ സമരമുഖത്ത് വിജയിച്ചു എന്ന് വേണം കരുതാൻ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ നോട്ടങ്ങളെ നിയന്ത്രിക്കണം. സുബ്ഹാനല്ലാഹ്. നോട്ടം കൊണ്ടാണ് സഹോദരന്മാരെ കൽബിന് മാരക രോഗങ്ങൾ വരുന്നത്. നോട്ടമാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ടല്ലേ നോക്കുന്നിടത്ത് ആണിനോടും പെണ്ണിനോടും ഒരേ നിലക്കുള്ള ഉപദേശം അല്ലാഹു നൽകിയത്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം നബിയേ, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ ചിമ്മേണ്ടിടത്തവർ ചിമ്മണം, കണ്ണ് പൂട്ടേണ്ടിടത്തവർ പൂട്ടണം. വയഹ്ഫളൂ ഫുറൂജഹും, കണ്ണ് പൂട്ടിക്കൊണ്ട് ചിമ്മിക്കൊണ്ട് സ്വകാര്യതകളെ സൂക്ഷിക്കണം. അവനവന്റെ സ്വകാര്യതകളെ സൂക്ഷിക്കാൻ കണ്ണിനെ നിയന്ത്രിക്കണം. ആവശ്യമാണോ? ആവശ്യമാണ്. ദാലിക അസ്കാ ലഹും, അവരുടെ ഖൽബിന് ഏറ്റവും വലിയൊരു പരിശുദ്ധിയാണത്. കാണാൻ പറ്റാത്തതിലേക്ക് ഒന്നും നോക്കാത്ത ഒരു കണ്ണാണോ ഉള്ളത്? ആ കണ്ണൊന്ന് ചിമ്മിയിട്ട് ഖൽബ് കൊണ്ടൊന്നുണർന്നിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, കാണാൻ പറ്റാത്തതിലേക്ക് ഒരു നോട്ടം പോലും നോക്കാതെ നിയന്ത്രിച്ച കണ്ണാണോ? ആ മുഖത്തിനെന്തൊരു പരിശുദ്ധിയാണ്, ആ കൽബിനെന്തൊരു വിശുദ്ധിയാണ്. കൽബിൽ മ്ലേച്ഛമായ ഒന്നും കടന്നുകൂടിയിട്ടുണ്ടാവുകയില്ല. കണ്ണ് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. അന്നളുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം അത് ഇബ്ലീസിന്റെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽപ്പെട്ടൊരു അസ്ത്രമാണ്. നോക്കാൻ പറ്റാത്തതിലേക്കുള്ള നോട്ടം ഇബ്ലീസ് വിഷത്തോടുകൂടി തരുന്നൊരു അമ്പാണ്. ആ അമ്പ് ശരിക്കു കുറുക്കിക്കൊണ്ടാൽ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ നിന്റെ കൽബ് ഫസാദായി പോകും. നിന്റെ കൽബിലൊരു ചിത്രം വന്നില്ലേ? ഇപ്പോൾ ഒരു നോട്ടം കൂടി നീ ആവർത്തിച്ചു നോക്കുമ്പോൾ ആ ചിത്രം ഒന്നുകൂടി പതിയുകയാണ്. പിന്നെ നിന്റെ കൽബ് കൊതിക്കുകയാണ് കാണാൻ പാടില്ലാത്തത് ഒന്നുകൂടി കാണാൻ, കാണാൻ പാടില്ലാത്തത് വീണ്ടും കാണാൻ നിന്റെ കൽബ് കൊതിക്കുകയാണ്. അതിനനുസരിച്ച് നിന്റെ അവയവങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ്.
കാണാൻ പാടില്ലാത്ത ഒരു നോട്ടം നിന്റെ കൽബിൽ ഒരു കറ വരുത്തിയെങ്കിൽ ആ കറ നീക്കാൻ ചെറിയൊരു പാടൊന്നും പോരാ. സഹോദരങ്ങളെ, വലിയ അധ്വാനിക്കേണ്ടി വരും. ആ ഒരു ചിത്രം മാറാൻ ചെറിയ അധ്വാനമൊന്നു പോരെ, വലിയൊരു അധ്വാനം വേണ്ടി വരും. ഇതുകൊണ്ടല്ലേ ഇസ്ലാമിന് പ്രത്യേകം ഹിജാബ് എന്നൊരു നിയമം വന്നത്. ആരെങ്കിലും അവരുടെ സംശയങ്ങളും മറ്റുമൊക്കെ തീർക്കാൻ അങ്ങ് ഓടിക്കയറിയിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിലേക്ക്, ആ നിയമം ലോകത്തുള്ള എല്ലാ സഹോദരിമാർക്കും ബാധകമാണ്. അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. സമ്മതം ചോദിച്ചിട്ട് ആ സമ്മതത്തിന് ഉത്തരം കിട്ടിയിട്ട് മറക്ക് പിന്നാലെ നിന്നിട്ട് ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യ വസ്തു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം. ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ആ ചോദ്യമാണ് നിങ്ങളെ മനസ്സിനും അവരെ മനസ്സിനും ഏറ്റവും നല്ലത്. വിശുദ്ധി നൽകുന്നത് മറക്ക് പിന്നിൽ നിന്നുള്ള ചോദ്യമാണ്, നേർക്ക് നേരെ കണ്ടിട്ടുള്ള ചോദ്യമല്ല. അത് വിശുദ്ധിക്ക് എതിരാണ്. മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക, അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ മാർഗം. കാണാൻ പറ്റാത്തവരോട് സംസാരിക്കേണ്ട ശൈലി അങ്ങനെയാണ്. ഉമ്മമാരെ നമ്മളും സ്വീകരിക്കേണ്ട ശൈലി അങ്ങനെയാണ്. ഒരന്യ പുരുഷൻ നമ്മുടെ ഭർത്താവിനോട് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നാൽ മുഖവും മാറും തലയുമൊക്കെ കാണിച്ച് പുറത്തേക്ക് വന്നു പോകരുത്, വെളിവായി നിന്നു പോകരുത്. ഒരു വാതിലിനോടോ ഒരു മറയോടോ ചുമരിനോടോ മറ സ്വീകരിച്ച് കാര്യം പറഞ്ഞു പൂർത്തീകരിക്കണം. അയാളെ മുന്നിലേക്ക് വരാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഒരുപക്ഷെ ഒരു തവണ അങ്ങനെ വന്നു എന്ന് കരുതിക്കോളൂ, പെട്ടെന്ന് അറിയാതെ വന്നു പോയതാണ്. അപ്പോഴേക്ക് കണ്ടാള മനസ്സിൽ ഈ മനുഷ്യന് ഇത്ര സൗന്ദര്യമുള്ള ഭാര്യയോ, ഈ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശൈത്താനവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഇട്ടുകൊടുക്കുമ്പോ രണ്ടാമതും ഒന്നുകൂടി കാണണമെന്ന് ശൈത്താൻ അവനോട് പറയുന്നു. അവന്റെ നഫ്സുൽ അമ്മാറ അവനോട് പറയുന്നു. വീണ്ടും ആ വീട്ടിലേക്ക് പല ആവശ്യങ്ങളും പറഞ്ഞവന് വരുന്നു. പിന്നതൊരു സംശയത്തിലെത്തുന്നു. പിന്നത് പല വിധേന പല രൂപങ്ങളിലും ഭാവങ്ങളിലും എത്തിച്ചേരുന്നു. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രദർശനമാണ്. ഒരിക്കലും അന്യപുരുഷനായ ഒരു വ്യക്തി വരുമ്പോ പുറത്തേക്ക് അങ്ങനെ വന്ന് വെളിവാകരുത്. സംസാരം ഉള്ളിൽ നിന്നുമാകാമല്ലോ. വാതിലിനപ്പുറത്ത് നിന്ന്, ചുമരിനപ്പുറത്ത് നിന്ന്, വിരിക്കപ്പുറത്ത് നിന്ന് സംസാരിക്കേണ്ടത് സംസാരിച്ച് പിരിഞ്ഞു പോയേക്കണം. എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നമ്മുടെ കൽബ് സൂക്ഷിക്കുന്നതിന് വേണ്ടി തെറ്റായ ഒരു കാര്യങ്ങളും നോക്കാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടല്ലേ സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സ്വന്തം രക്തത്തിന്റെ ഭാഗമാണ് എന്റെ പെങ്ങൾ, തൊട്ടാൽ വുളു മുറിയാത്തതല്ലേ എന്റെ പെങ്ങള്, ആ പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോ സമ്മതം ചോദിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി വേണ്ടാന്നല്ല. ആ പെണ്ണിനും നിങ്ങൾക്കും കാണാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നുപോയാൽ എന്നേക്കും അത് വിഷമമാകൂലേ? അതുകൊണ്ട് സമ്മതം ചോദിക്കലാണ് സുന്നത്ത്. കാണാൻ പറ്റാത്തത് കാണേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ടാണ് ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്രിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ വീടല്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ, സ്വന്തക്കാരുടെ വീടാകട്ടെ അയൽക്കാരുടെ വീടാകട്ടെ
സ്വന്തം ജേട്ടന്റെയോ അനുജന്റെയോ വീടാകട്ടെ, മറ്റു വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ സമ്മതം ചോദിച്ച് സലാം പറഞ്ഞു വേണം വീട്ടിലേക്ക് കയറാൻ. അന്യ പെണ്ണുങ്ങളല്ലാതെ ആരും അവിടെ ഇല്ലെങ്കിലോ ഒരു മറയോട് ഇപ്പുറത്ത് ചാരി നിന്ന് പറയേണ്ട കാര്യം അവരെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു തീർത്ത് പെട്ടെന്ന് അവിടെ നിന്ന് സലാമത്താകണം. ഒരു നോട്ടം നമ്മുടെ വകരു സംഭാവനയായി കൊടുക്കേണ്ടതില്ല. സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോ ആ പെണ്ണൊരു പക്ഷേ ശരീരത്തിന്റെ വസ്ത്രഭാഗങ്ങൾ വെളിവാക്കി എന്തെങ്കിലും സുന്നത്തായ ഒരു കാര്യം നിർവഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇയാൾ കയറി ചെല്ലുമ്പോ ആ പെണ്ണിന് തന്നെ നാണം തോന്നിപ്പോകും. ഒന്ന് സംസാരിച്ചിട്ട് ബെല്ലടിച്ച് ശബ്ദിച്ചിട്ട് വന്നാ പോരെ. ആരാ വന്നത്? സ്വന്തം സഹോദരനാണ്. പക്ഷേ കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കാണുമ്പോ അത് അസഹ്യമായി പോകും. അന്യ വീടുകളിലേക്ക് അങ്ങനെ പ്രവേശിക്കാമോ? അന്യ വീടുകളിലേക്ക് പോകുമ്പോ സമ്മതം ചോദിക്കുക തന്നെ വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം ചോദിക്കാതെ ഒരാളെ വീട്ടിലേക്കും തങ്ങൾ പ്രവേശിക്കാറില്ല. എന്തിനധികം പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ ഭർത്താവല്ലേ. രണ്ട് മക്കളെയല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെല്ലുമ്പോ സമ്മതം ചോദിക്കുന്നു, സലാം പറയുന്നു. ഇത് നമ്മളെ സ്വന്തം വീടാണ് എന്നും കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയാലോ വീട്ടിലുള്ളവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവർക്കതുകൊണ്ടൊരു അസഹ്യമായ അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ ഒരു നോട്ടം മതി ഒരിക്കലും മറക്കാത്ത ഒരു സംഗതി ഉണ്ടാകാൻ. ഞാൻ പറഞ്ഞു വന്നത് നോട്ടത്തെ നിയന്ത്രിക്കണം. എല്ലാ നോട്ടങ്ങളും ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. വിശ്വാസിനികളോടും അല്ലാഹു അത് പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. ഓ സഹോദരിമാരെ, വിശ്വാസിനികളെ, കാണാൻ പറ്റാത്തതിലേക്ക് നോക്കരുത്. കണ്ണുകളെ മൂടിയിടണം. കണ്ണുകൾക്ക് മൂടി വേണം, ചിമ്മല് വേണം. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, സ്വന്തം ശരീരം കാണുന്നതിന് ഏറ്റവും വലിയ ഹയാഓടെ ജീവിച്ച മഹദിയല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഉമ്മമാരെ, സഹോദരന്മാരെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആ ഒരു ഹയാ നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. നല്ലോണം ഹയാ വേണം. ഈ കാലഘട്ടത്തിലെ നിക്കാഹാകട്ടെ, കല്യാണമാകട്ടെ, സൽക്കാരമാകട്ടെ, ആണും പെണ്ണും കലർന്നിരുന്നിട്ടൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഒരു വാളിന്റെ മജ്‌ലിസ് മാത്രമേ അതിന് മാറ്റമുള്ളൂ. ഇവിടെ കൂടി കൊണ്ടുവന്നോളൂ. ആരെങ്കിലും എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിനെ വിളിച്ചാൽ മതി, പുതിയ ആക്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ പുതിയൊരു നിയമം ഉണ്ടെങ്കിൽ അവകാശ നിയമം ഉണ്ടാക്കാലോ. ഇപ്പുറ തന്നെ വെഞ്ചു കൊടുത്ത് ഇരുത്തിക്കോളൂ, പള്ളിയിലേക്കും അങ്ങനെ കൊണ്ടുപോയിക്കോളൂ. എന്തിന് ഇവിടെ മാത്രം ഒരു വകഭേദം? സുബ്ഹാനല്ലാഹ്, മുസ്ലിമിന്റെ കല്യാണത്തിന് അന്യ പെണ്ണും അന്യ ആണും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ചിരുന്ന് നിക്കാഹിന് ഖബിൽത്തു പറയുമ്പോ, സവ്വജതുക പറയുമ്പോ മുന്നിലിരുന്നിട്ട് അവര് ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ ചെയറിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നിക്കാഹ് നടത്തുന്ന ആളുകളിലേക്ക് ഒരു ഹയാവും ഇല്ലാതെ നോട്ടമിട്ടിരിക്കുകയോ, പുരുഷന്റെ കയ്യിലും സ്ത്രീയുടെ കയ്യിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനും സമ്പർക്കം ചെയ്യുന്നതിനും യാതൊരു തരത്തിലുമുള്ള ഹയാ ഇല്ലാതെയായി പോയി. ഹയാ വിശുദ്ധിയുടെ അടയാളമാണ്, ഈമാനിന്റെ അടയാളമാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മിസ്റിൽ നിന്ന് മദിയനിലേക്ക് പോകുമ്പോ മദിയനിന്റെ അടുത്ത് എത്താറായ നേരത്ത് ഒരു കിണറിന്റെ ചുറ്റും വന്ന് കുറെ ആളുകൾ തിക്കിയും തിരക്കിയും വെള്ളം കോരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ശ്രദ്ധിക്കുന്നു, വംറഅതാനി തദൂദാൻ, രണ്ട് സ്ത്രീകളതാ മാറി നിൽക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ വന്നിട്ട് അവർ തിക്കും തിരക്കും
കൂട്ടുന്നില്ല. ഈ ആണുങ്ങൾക്കിടയിൽ വന്നിട്ട് അവർ തൊട്ടി തായോട്ടിട്ട് വെള്ളം കോരുന്നില്ല. മാറി നിൽക്കുന്നത് കണ്ടപ്പോ നല്ല പെണ്ണുങ്ങളാണ്. ഈ രണ്ട് പെണ്ണുങ്ങളെ ഉള്ളൂ. ആണുങ്ങൾക്കിടയിൽ വന്നിട്ട് അവർ ശബ്ദിക്കുന്നുണ്ടോ? ഇല്ല. തിരക്ക് കൂട്ടുന്നുണ്ടോ? ഇല്ല. അവരെ കയ്യും കാലും തൊട്ടാലും പ്രശ്നമില്ല. ചെറിയ ഇക്കിളിയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് കരുതി വെള്ളം കോരുന്നുണ്ടോ? ഇല്ല. നല്ല ബഹുമാനത്തോടെ മാറി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ കണ്ടപ്പോ വന്നിട്ട് ചോദിച്ചില്ലേ, മാ ഖതുബുകുമാ, എന്തേ നിങ്ങളെ വിഷയം? നിങ്ങൾ അവരുടെ കൂടെ പോയി വെള്ളം കോരാതെ, കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്ക് വെള്ളം കോരാതെ, വെള്ളമെടുക്കാതെ, ഉമ്മമാരെ മാറി നിൽക്കുന്ന രണ്ട് പെണ്ണുങ്ങളോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, എന്തേ നിങ്ങളെ കാര്യം? അവര് പറഞ്ഞു, ഖാലതാലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ. ഈ ആട്ടിടയന്മാര് മുഴുവനും വെള്ളം കോരി പാനപാത്രങ്ങളിൽ നിറച്ച് അവരിവിടുന്ന് മടങ്ങുന്നത് വരെ ഞങ്ങൾ വെള്ളം കോരാറില്ല, വെള്ളമെടുക്കാൻ പോകാറില്ല. ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിന് ഇടവരുത്താത്ത വിധം സഹോദരിമാരിങ്ങോട്ട് മറുപടി പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പെണ്ണുങ്ങളാണ്. ഞങ്ങൾ വെള്ളമെടുക്കാൻ വരാൻ കാരണം വീട്ടിൽ ഞങ്ങൾക്ക് ആണുങ്ങളായിട്ട് ഒരാളെ ഉള്ളൂ. വഅബൂനാ ശൈഖുൻ കബീർ. ഞങ്ങളെ ഉപ്പക്ക് വെള്ളം കോരിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ആഫിയത്തില്ല, അങ്ങേയറ്റത്തെ പ്രായമായിട്ടുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾ വരേണ്ടി വന്നത്. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം നല്ല ഈമാനുള്ള മക്കളാണ്, നല്ല അന്തസ്സുള്ള മക്കളാണ്. തിക്കാനും തിരക്കാനും ഇടയിൽ വന്നവരല്ല. എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഞാനൊന്ന് പറയട്ടെ, ഇടക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഈ ഹയാ അടർത്തി മാറ്റിയെടുത്തതിന്റെ ഒരു വലിയ ഉത്തരവാദിത്തം ബാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ട്. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം. അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. നരകത്തിൽ നിന്ന് കുടുംബങ്ങളെയും മക്കളെയും കാക്കാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശം തന്നിട്ട് ഇപ്പൊ ഇതാ വെക്കേഷൻ സമയമാകുമ്പോഴേക്ക് സമ്പത്തിന്റെ പുരോഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഇല്ലാത്തതിൽ നിന്ന് കടം വാങ്ങി ഒപ്പിച്ച് 10,000-ഉം 5,000-ഉം 8,000-ഉം 18,000-ഉം എണ്ണിക്കൊടുത്തിട്ട് ഒന്നാം നമ്പർ അന്യപുരുഷന്മാരോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ഇക്കിളി സ്വീകരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ യാത്ര വിടുന്ന ഉപ്പമാരെ ഉമ്മമാരെ, അവരെ ജീവിതത്തിൽ കൂടുകൂട്ടേണ്ടി ഉണ്ടാക്കേണ്ടി വരുന്ന ഹയാ തച്ചു തകർത്തതിൽ നമുക്ക് വലിയൊരു പങ്കുണ്ട്. കടുത്ത ഹറാമാണ്. ഏത് സ്കൂളിൽ നിന്നാണെങ്കിലും ശരി, ഏത് മാനേജ്മെന്റിന്റെ കീഴിലാണെങ്കിലും ശരി, അന്യ ആണും അന്യ പെണ്ണും തോളുരുമ്പിയിട്ടുള്ളൊരു യാത്ര, ദുനിയാവിൽ അന്തം വിട്ടിട്ട് അന്താളിച്ചുകൊണ്ട് രാവും പകലും കൂത്താടിയിട്ട് തിമിർത്താടിയിട്ട് മുസ്ലിം സഹോദരനും സഹോദരിയും ഇമ്മാതിരി യാത്ര നടത്താൻ ആരാ സഹോദരങ്ങളെ അനുവാദം തന്നത്? ആരാ നമുക്ക് പെർമിഷൻ തന്നത്? എന്നിട്ട് എണ്ണിക്കൊടുക്കാൻ ഒരു ഹയാവും ഇല്ലാതെ ഉള്ള കുട്ടിന്റെ ഹയാവും ചാരിത്ര ശുദ്ധിയും വരെ നഷ്ടപ്പെടുത്താൻ കടുത്ത ഹറാമാണ്. ഒരു വാപ്പയും അതിന് കാശ് വീശരുത്. എന്റെ കുട്ടി മാത്രം പോയിട്ടില്ലെങ്കിൽ ഞാനൊരു 2ാം നമ്പർ ആളാകൂലേ? നിങ്ങൾ 1ാം നമ്പർ തന്നെ ആകും, 2ാം നമ്പർ ഒന്നും ആകൂല. ഈമാനോടുകൂടെ ജീവിക്കണം. ആ പോകുന്ന യാത്രക്ക് വേണ്ടി 1 രൂപ കൊടുക്കുന്നത് പോലും ഹറാമാണ്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചോ. നിങ്ങളും നിങ്ങളെ മക്കളും ഭാര്യയും കൂടി ഓരോ സ്ഥലത്തും പോയി സിയാറത്ത് കാഴ്ച സ്ഥലങ്ങൾ കണ്ട് നല്ല റാഹത്തോടെ തിരിച്ചു വന്നു. ഒരന്യ പുരുഷന്റെ കൂടെയും വേട്ടയാടാൻ, ഒരന്യ പുരുഷനും നിങ്ങളെ പെണ്ണിന്റെ ശരീരം കാഴ്ചവെക്കാൻ, ഒരന്യ പുരുഷനും തോള് ചേർത്തിയിട്ട് അവിടെ ഉല്ലസിക്കാൻ, അധ്യാപകന്മാർ പോലും പോകാത്ത മണിക്കൂറുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂത്താടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന രംഗത്തിന് വേണ്ടി സാക്ഷിയാകാൻ ഒരൊറ്റ ആണിനും പെണ്ണിനും ബാപ്പമാര് കാശ് വീശരുത്, ഉമ്മമാര് കാശുണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ മക്കളുടെ ഈമാനും ഹയാവും തച്ച് തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രകളാണെന്ന വിഷയത്തിൽ സന്ദേഹമില്ല. നമ്മൾ ശരിക്കാലോചിക്കണം. നമ്മൾ മഹാന്മാരെ മാനിച്ചുകൊണ്ടാണ് ഉറൂസിന് വന്നത്. അവർ പടുത്തുയർത്തിയൊരു ഈമാനുണ്ട്.
ഈമാനുണ്ട്, അവര് പടുത്തുയർത്തൊരു വിശുദ്ധിയുണ്ട്. അതിന് കത്തിവെക്കുന്ന നാമമാത്ര മുസ്ലിങ്ങളാകരുത് നമ്മള്. പിശാചിന്റെ ചാബല്യങ്ങൾക്ക് ചിറക് മുളച്ചു കൊടുക്കുന്ന, അതിന് കൊടി തൂക്കിക്കൊടുക്കുന്ന, സിന്ദാബാദ് പറയുന്ന ആളുകളാകരുത്. പിശാചിനോട് സമരം ചെയ്ത് അവന്റെ മുഖങ്ങളെ തോൽപ്പിക്കുന്ന, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട് ജീവിക്കാൻ പക്വതയുള്ള ആളുകളായിട്ട് നമ്മൾ വളരണം. നമ്മുടെ കുട്ടിക്ക് കാഴ്ചാസ്ഥലം കാണണോ? ഒരു കാറ് വാടകയ്ക്ക് എടുത്തോളൂ. നിങ്ങൾക്കോട്ടെങ്കിൽ നിങ്ങൾ ഒട്ടിക്കോളൂ, ഡ്രൈവറെ വിളിച്ചോളൂ. ഭാര്യയും മക്കളൊക്കെ കണ്ടോട്ടെ, സുന്നത്തല്ലേ. മസാറുകളിൽ പോയി കാഴ്ചാസ്ഥലം കണ്ട് തിരിച്ചു വന്നോളൂ. അന്യ പുരുഷന്മാരുടെ കൂടെ, പീറച്ചക്കന്മാരുടെ കൂടെ നിങ്ങളെ മക്കളെ താന്തോന്നിത്തരം ചെയ്യാൻ വേണ്ടി, അനാവശ്യത്തിന് വേണ്ടി, അവരുടെ സ്വകാര്യതകൾ മുഴുവനും വെളിവാക്കി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി, ശരീര സ്പർശനം നടത്തുന്നതിന് വേണ്ടി, ഒന്നിച്ചിരുന്ന് ഉല്ലസിക്കുന്നതിനും കൂത്താടുന്നതിനും ഉറങ്ങുന്നതിനും ചുറ്റിക്കടങ്ങുന്നതിനും ഒരൊറ്റ മിനിറ്റ് വിട്ടുപോയാൽ ആ പെണ്ണിൽ എന്നേക്കുമായി കാത്തു സൂക്ഷിക്കേണ്ട ഹയാ, ഈമാനിന്റെ ഏറ്റവും വിശുദ്ധമായ ഒരു തലം, അത് തകർക്കുന്നതിൽ നമ്മൾ സഹായിച്ചു എന്ന് വേണം പറയാൻ. നമ്മളാണ് അതിന്റെ കാരണക്കാര്, നമ്മളാണ് അതിന്റെ ഉത്തരവാദികള്. ബോധപൂർവം ഞാൻ പറയുകയാണ്. സങ്കടമുണ്ട് സഹോദരങ്ങളെ കാര്യം പറയുന്നതിൽ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരൊറ്റ ഉമ്മയും അതിനുവേണ്ടി ആഗ്രഹിച്ചു പോകരുത്. പിശാചിന്റെ പാതയമാണത്. ഒരു പെണ്ണും ഒരാണും, നിങ്ങൾ നോക്ക്, ഒരു പെണ്ണും ഒരാണും ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവിടെ മാത്രമേ നമുക്ക് മസല അറിയുള്ളൂ അല്ലേ? എന്റെ റൂമിൽ വന്നിട്ട് ഒരു പെണ്ണ് സംസാരിക്കണമെങ്കിൽ ഞാൻ ആരാകണം, പെണ്ണാരാകണം? എന്റെ റൂമിൽ, ഞാൻ ഈ പള്ളിയിൽ ഒരു ഖത്തീബ, നിങ്ങൾ കൂട്ടിക്കോളൂ, ഉസ്താദ് അവർക്കുണ്ട്. എന്റെ റൂമിൽ വന്നിട്ട് ഒരു പെണ്ണ് എന്നോട് മുഖാമുഖം സംസാരിക്കണമെങ്കിൽ ഞാൻ ആരാകണം, പെണ്ണാരാകണം? ഇജ്തിമായിന് ഒന്ന് ഒരുമിച്ച് കൂടുന്നതിന് ഞങ്ങൾ രണ്ടുപേരും ആരാകണം എന്നാ മഹാന്മാര് പഠിപ്പിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, സംസാരിക്കുന്ന ആള് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പോലെ ഗ്രേഡിലെത്തണം. സംസാരിക്കുന്ന പെണ്ണ് റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ ഗ്രേഡിലെത്തണം. നിങ്ങളെ മക്കളൊക്കെ ആ ഗ്രേഡിലാ? നിങ്ങൾ ആൺകുട്ടികളൊക്കെ ഈ ഗ്രേഡിലാ? തോളും പിടിച്ച് നടക്കാൻ, ഒരുമിച്ചിരുന്ന് കിന്നാരം പറയാൻ, എല്ലാ ഐസ്ക്രീമുകളും മറ്റും വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടോട് ചേർത്ത് കൊടുക്കാൻ, ഹറാമിന്റെ കൂത്തരങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒളിയ അജണ്ട. മുസ്ലിമിന്റെ സംസ്കാരവും ഈമാനും തകർക്കുന്നതിന് ഉണ്ടോ എന്ന് ബോധപൂർവം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെ ഒരു നിയ്യത്തുണ്ടാകും. ഇസ്ലാമിന്റെ ഇസ്സത്തും മൂമിനിന്റെ പാരമ്പര്യവും ഈമാനൊക്കെ തകർക്കുന്നതിന് ഇതേ മാർഗമുള്ളൂ. അങ്ങനല്ലേ? മഹാന്മാരോടുള്ള മഹബത്ത് തകർക്കലല്ലേ ബ്രിട്ടീഷുകാർ കാര്യമായി എടുത്ത പണി. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോ മുസ്ലിങ്ങളെ മുഴുവനും അവർ കാണുന്നത് എങ്ങനെയാണ്? മഹത്തുക്കളോടുള്ള വലിയ ബഹുമാനം, അവരോടുള്ള സഹായതേട്ടം, അവരോടുള്ള തവസ്സുല്, അവരോടുള്ള ബഹുമാനവും സ്നേഹവും അതില്ലായ്മ ചെയ്യാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ കച്ചകെട്ടി ഇറക്കിയപ്പോഴോ, അപ്പോഴല്ലേ സഹോദരങ്ങളെ മുസ്ലിമിന്റെ ഉള്ളിൽ പുഴുക്കൾ ബാധിച്ചത്. അതേപോലെ ഇസ്ലാം ഇസ്സത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ഈമാനിന്റെ സൗന്ദര്യം, അതിനൊരു ചെറിയ തുരങ്കം സൃഷ്ടിക്കാൻ, തടസ്സം സൃഷ്ടിക്കാൻ ഇങ്ങനെ രംഗമുണ്ടാക്കിയാൽ കഴിയുമെന്ന് ആസൂത്രിതമായി ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അത്തരം ഒരു വേളയിലേക്ക് കൊടുക്കരുത്. ഒരു പെണ്ണും ആണ് ഒരുമിച്ച് കൂടുന്നതിന് നിങ്ങളെ ഭാര്യയെ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ വിടാൻ പറ്റുമോ? ഒരു അന്യപുരുഷനാ ഡോക്ടറെ അടുത്തേക്ക്? ഉസ്താദെ വിദഗ്ധനായ ഡോക്ടറല്ലേ, ആളെ പരിശോധിക്കണ പോലെ പരിശോധിച്ചോട്ടെ. ഓ, അങ്ങനെയാണോ ഇസ്ലാമിന്റെ നിയമം? ഉംറക്ക് പോകുന്നിടത്ത് വരെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഞാനിത് പറയുമ്പോ ഉംറന്റെ അമീറുമാർ എന്നെ എതിർക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തങ്ങളോടൊപ്പം ഹജ്ജിന് പോയി. 9 ഭാര്യമാരും ഉണ്ടാ ഹജ്ജിന്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെത്തിയപ്പോ തവാഫൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ആയിഷ റളിയല്ലാഹു അൻഹ മാറി താമസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. എന്തേ ആയിഷ കരയുന്നത്? ഓ നബിയേ, ബാക്കി 8 ഭാര്യമാരും തങ്ങൾ
നിങ്ങളോടൊപ്പം തവാഫിൽ പങ്കെടുക്കുന്നത് കാണുമ്പോ എൻ്റെ മനസ്സ് വേദനിച്ചു പോയി. എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ. ഞാൻ ഹൈലുകാരിയാണ്, മെൻസസുകാരിയാണ്. പ്രശ്നമാക്കണ്ട ഇഷ. തവാഫും സായുമല്ലാത്ത എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ. തവാഫും സായും നിങ്ങൾ പിന്തിച്ചോളൂ. മിനയിൽ രാപ്പാർത്തോളൂ. അറഫയിൽ നിന്ന് ദുആ ചെയ്തോളൂ. മുസ്ദലിഫയിൽ രാപ്പാർത്തോളൂ. ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. തവാഫിനെ പിന്തിച്ചേക്കൂ. അത് ശുദ്ധിയായ ശേഷം ചെയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹാ ഹജ്ജും ഉംറയും ഒക്കെ ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് നിർവഹിച്ച ശേഷം വാദി മുഹസ്സബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, ഈ ഇരിക്കുന്ന ഭാര്യമാരൊക്കെ സെപ്പറേറ്റ് ഉംറ നിർവഹിച്ചവരാണ്. ഞാൻ ഹജ്ജും ഉംറയും ഒരുമിച്ചല്ലേ നിർവഹിച്ചത്. എനിക്കൊരു ഉംറ സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മക്ക ആയിഷ ബീവിക്ക് പരിചയമുള്ള നാടല്ലേ, നിങ്ങൾ പോയിട്ട് ഉംറ ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞു. ആയിഷ ബീവിനെ ആരെങ്കിലും ശല്യം ചെയ്യുമോ? ആയിഷ ബീവിനെ ആരെങ്കിലും സ്പർശിക്കുമോ? ആയിഷ ബീവിയോട് ആരെങ്കിലും കിന്നാരം പറയുമോ? എത്ര വലിയ മഹത്വമുള്ള മഹദിയാണ്. ആ ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങളുടെ നിർദ്ദേശം, സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് തൻഈമിൽ പോയിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ട് നിങ്ങൾ ഉംറ നിർവഹിച്ച് തിരിച്ചു വന്നേക്കണം. ഞാനും എൻ്റെ കൂടെയുള്ളവരും നിങ്ങളെ ഒരു സ്ഥലത്ത് കാത്തിരിക്കാം. നിങ്ങൾ അങ്ങോട്ടെത്തിയാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ നിർവഹിക്കാൻ വേണ്ടി കൂടെ വിട്ടത് സഹോദരന്റെ കൂടെയാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. ഫർളായ ഉംറ നിർവഹിച്ചിട്ട് സുന്നത്തായ ഉംറ നിർവഹിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ട് വിട്ടിട്ടില്ല. അന്യപുരുഷനായ അമീർ മഹറമാകൂല, ഒരു കാലത്തുമാകൂല, ഒരു രേഖയിലും എഴുതിയാലും ആകൂല. അയാളെ കാണാനോ തൊടാനോ ഒരുമിച്ച് കൂടാനോ മുഖാമുഖം സംവദിക്കാനോ റബ്ബിന്റെ ദീന് അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള സുന്നത്തായ ഉംറക്ക് പോകുമ്പോ കൂടെ ഒരു മഹറം വേണ്ടത് തന്നെ. ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും ഒന്ന് കൂടെ വേണം. തനിച്ച് ആയിക്കൂടാന്ന് നിയമം പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, സുന്നത്തായ ഒരു വിഷയത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെ, 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള പെൺകുട്ടികളെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് കാര്യമായി ബാക്കി കിട്ടുന്നത് സീമാർക്ക് അല്ല കേട്ടോ. ഇതുവരെ കാത്തു സൂക്ഷിച്ച ഈമാനിന്റെ പ്രധാനപ്പെട്ട ഘടകമായ ഹയാ തകർന്നുപോയി, നഷ്ടപ്പെട്ടുപോയി, എന്നേക്കുമായി അവസാനിച്ചുപോയി. നല്ലോണം കരുതണം, സൂക്ഷിക്കണമെന്ന് ഞാൻ പറയട്ടെ. കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്ത് ജീവിക്കണ്ടേ. പിശാചുക്കൾ പല രൂപവും നമുക്ക് കാണിച്ചു തരും. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചിരുന്നിട്ട് സദ്യ കഴിക്കുന്ന ഏർപ്പാട്, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരേ തീന്മേശക്ക് ചുറ്റുമോ. നഊദു ബില്ലാഹ്, എന്തൊരു അപകടമാണ്. നിക്കാഹിന്റെ വേദിയിൽ പുരുഷന്മാരല്ലേ സാധാരണ ഒരുമിച്ച് കൂടാറുള്ളത്. പുരുഷന്മാർക്കിടയിൽ മുന്നിലും പിന്നിലും സ്ത്രീകൾ വന്നിരുന്നു പോയി. കാരണവന്മാർ ഏർപ്പെട്ടുപോയോ? ഇല്ല. ചിലരൊക്കെ സൗകര്യം പ്രമാണിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക്, ഓഡിറ്റോറിയങ്ങളിലേക്ക് കല്യാണം മാറ്റും. വീട്ടിൽ സൗകര്യം കുറവായതുകൊണ്ട് ആ ഓഡിറ്റോറിയത്തിന് 2 റൂമുണ്ട്, 2 മുറിയുണ്ട്, 2 വാതിലുണ്ട്. ഒന്ന് പുരുഷന്മാർക്ക് പ്രവേശിച്ചു കൊണ്ടൊരു സ്ഥലത്തെത്തി ഭക്ഷണം കഴിച്ചു പോകാം. മറ്റൊരു വാതിൽ സ്ത്രീകൾക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ച് മറ്റൊരു വാതിലൂടെ പോകാം. പക്ഷെ കല്യാണത്തിന്റെ അന്ന് നമ്മളെ ബന്ധുക്കളിൽപ്പെട്ട കാരണവന്മാര് എന്ന് പറഞ്ഞ വലിയ വലിയ ആൾക്കാരില്ലേ, ഉമ്മാന്റെ ആങ്ങളാരോ വേറെ അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നാൽ മതി, ഇന്നത്തേക്ക് ദിവസമല്ലേ, ഇനി അതും കൂടി തുറന്നിട്ട് അവിടെയും കൂടി ഉപയോഗിച്ചിട്ട് അതിനും കൂടി വാടക. അല്ലല്ലോ, എന്തൊരു നല്ല ഹയാഇന്റെ ശൈലിയായിരുന്നു. ആ വാതിൽ തുറന്ന് സ്ത്രീകൾ അതിലൂടെ പോകുക. കല്യാണത്തിന് അവർ വരേണ്ടി വരും, ബന്ധുക്കളല്ലേ അവരതിലൂടെ പോയി ഭക്ഷണം കഴിച്ച് അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ അവർ സംസാരിച്ച് അവരുമായി ബന്ധപ്പെടേണ്ട ആളുകളെ കണ്ട്
രണ്ടുകൂട്ടത്തിൽ പോയിക്കോളൂ. അതിന് അനുവാദം കൊടുക്കരുത്. അങ്ങനെ ഒരു മറ സ്വീകരിക്കാനുള്ള വഴിയുണ്ടായിട്ട് ഒറ്റ ഒന്ന് മതിയെന്ന് കരുതിയിട്ട് കയറാനും വരാനും തള്ളാനും മുന്താനും ഒക്കെ ഒരേ രൂപത്തിൽ ചക്കരച്ചോറ് വെച്ച് വിളമ്പിയ മാതിരി എല്ലാവരും ഒരേ റൂട്ടിലൂടെ വരുന്നു, ഒരേ റൂട്ടിലൂടെ പോകുന്നു. ആ സംവിധാനം സ്വീകരിക്കരുത് സഹോദരങ്ങളെ. സൗകര്യമുണ്ടായിട്ടും നമ്മൾക്കത് ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാം. പുരുഷന്മാരും സ്ത്രീകളും ഒരേ രൂപത്തിലല്ല, ഒരേ ഭാവത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധമായ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം ദുആയിൽ പങ്കെടുക്കുന്നതിനും നസീഹത്ത് കേൾക്കുന്നതിനും ഹൈളുകാരായ സ്ത്രീകളെ വരെ കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിരുന്നു. ഹൈളുകാരായ സ്ത്രീകൾക്ക് നിസ്കാരമല്ലല്ലോ, പെരുന്നാൾ നിസ്കരിക്കാൻ വന്നു എന്ന് ആരെങ്കിലും പറയണ്ട. നിസ്കരിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാണ്, നസീഹത്ത് കേൾക്കാനാണ്. അവരെവിടെയാ ഇരുന്നത്? മുസല്ലയിലല്ലേ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിരുന്നത്. പള്ളിയിൽ സൗകര്യം കുറവായതുകൊണ്ട് ആ മുസല്ലയുടെ ഒരു ഭാഗത്ത്, പുരുഷന്മാർക്ക് ടച്ചില്ലാത്ത ഭാഗത്ത് സ്ത്രീകൾ മാറി നിൽക്കുന്നു. ഒരുമിച്ചുകൂടി കലർന്നിരിക്കുകയല്ല, അന്യോന്യം ചേർന്നിരിക്കുകയല്ല, മറ്റൊരു ഭാഗത്ത് അവർ മാറി നിൽക്കുന്നു. ഈ രൂപത്തിലുള്ളൊരു ഹയാ, ഈ രൂപത്തിലുള്ളൊരു ഈമാന് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിക്കാവതല്ല. എല്ലാ രംഗങ്ങളിലും അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആ രണ്ട് പെൺകുട്ടികളുടെ നൃത്തം കണ്ടപ്പോ, അവരെ സംസാരം കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് മനസ്സിലായി നല്ല ഈമാനുള്ള മക്കളാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടി വെള്ളം കോരിക്കൊടുത്തു. അവരാ വെള്ളവുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ നാട്ടിലെത്തിയിട്ട് നല്ലൊരു സേവനം ചെയ്യാൻ കഴിഞ്ഞല്ലോ അല്ലാ. ഹയാഓടെ മാറി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കാൻ കഴിഞ്ഞല്ലോ. തിക്കും തിരക്കും കൂട്ടിയിട്ട് ഞങ്ങളും മനുഷ്യന്മാരല്ലേ, അവരും മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്കും ഫ്രീഡം ഉണ്ടല്ലോ, അവർക്കും ഫ്രീഡം ഉണ്ടല്ലോ. എങ്ങ് തിക്കും തിരക്കും കൂട്ടിയിട്ട് പെണ്ണുങ്ങൾ വന്നില്ല. ആ രണ്ട് സ്ത്രീകളും മാറി നിന്നതാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഏതാ ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലസ്തിഹിയാ. ആ രണ്ട് പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് നടന്നു വരുന്നു. അലസ്തിഹിയായിൻ, നാണത്തോടെ നടന്നു വരുന്നു, ലജ്ജയോടെ നടന്നു വരുന്നു, ഹയാഓടെ വരുന്നു. ഒരു ഹയാഇന്റെ നടത്തമുണ്ട് പെങ്ങന്മാരെ, ഒരു ഹയാഇന്റെ ജീവിതമുണ്ട് നമുക്ക്. മറക്കേണ്ടത് മറക്കുന്നത് ഹയാ ആണ്, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുന്നത് ഹയാ ആണ്, പലരും കാണും എന്ന നിലക്ക് വെളിവാകാതിരിക്കുന്നതും ഹയാ ആണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയാൽ പലരും എന്നെ കാണും, ഞാനും പലരെയും നോക്കേണ്ടി വരും. അതുകൊണ്ട് പോകേണ്ടതില്ലാതെ കരുതിയിട്ട് മറ സ്വീകരിക്കുന്നത് ഹയാ ആണ്. ഹയാഓടെ പതുക്കെ നടന്നു വരുന്നു. സ്ത്രീക്ക് സ്ത്രീയുടെ ഒരു നടത്തമുണ്ട്, പുരുഷന് പുരുഷന്റെ നടത്തമുണ്ട്. പുരുഷന്റെ നടത്തം സ്ത്രീ കടമെടുക്കരുത്, സ്ത്രീയുടെ നടത്തം പുരുഷനും കടമെടുക്കരുത്. ഓരോരുത്തർക്കും സ്വന്തമായി അല്ലാഹു തആല പലതും നൽകിയിട്ടുണ്ട്. അതാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. പുരുഷനെ പോലെ സ്ത്രീയെ മുടി വെട്ടിയിട്ട് ചുരുക്കി കൂട്ടിയിട്ട്, അതേ പുരുഷനെ പോലെ കഴുത്തിന്റെ ഭാഗത്ത്, പെരടിയുടെ ഭാഗത്ത് മുടി വെട്ടിയിട്ട് ആണിനെ പോലെ മുടി വാർന്ന് വെക്കുന്ന ശൈലി, കുറഞ്ഞ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വാർന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ആണിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ശൈലി പെണ്ണ് സ്വീകരിക്കാൻ പാടില്ല. അത് പെണ്ണിനോട് സാദൃശ്യമാകുന്ന, ഹയാ ഇല്ലാത്ത ആണിനോട് സാദൃശ്യമാകുന്ന, ഹയാ ഇല്ലാത്ത പെണ്ണുങ്ങളെ സ്വഭാവമാണ്. പെണ്ണ് മുടി വളർത്തും പോലെ പുരുഷൻ മുടി വളർത്തിയേക്കരുത്, അതിനും നിയമമുണ്ട്. അത് പുരുഷനില്ലാത്ത ഹയാ ആണ്. പുരുഷൻ പെണ്ണിനെ പോലെ മുടി വളർത്തിയിട്ട് ആ മുടി ഇങ്ങനെ വട്ടക്കൂട്ടിയിട്ട് ബാക്കിലേക്ക് ഒരു കെട്ടാക്കിയിട്ട് അതിനതാ പ്രത്യേകം ഒരു മുടിക്കെട്ടും ഇട്ടിട്ട് പോകുന്നു. ബാക്ക് നോക്കിയാൽ, സൈഡ് നോക്കിയാൽ ആണ്, പെണ്ണാണ്. മുൻഭാഗം നോക്കിയാൽ മീശയും താടിയുണ്ട്, ആണാണ്. പിന്നിലെ പെണ്ണ്, മുന്നിൽ ആണ്. ഇതെന്തൊരു കഥ പടച്ചോനെ! രണ്ടു കൂട്ടർക്കും വ്യത്യസ്ത രൂപമല്ലേ അല്ലാഹു തആല തന്നത്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ.
നിങ്ങളുടെ ശൈലികളൊക്കെ വ്യത്യസ്തമാണ്, നിങ്ങളുടെ രൂപങ്ങൾ വ്യത്യസ്തമാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, നിങ്ങളുടെ പ്രകൃതി സ്വഭാവങ്ങൾ വരെ വ്യത്യസ്തമാണ്. ചൂടും തണുപ്പും ചൂരും തന്നെ മാറ്റമുണ്ട്. മാറ്റല്ലേ? മാറ്റമുണ്ട്. ഒരു 1.5 വയസ്സായ പെൺകുട്ടി പാലല്ലാതെ ഒന്നും കുടിച്ചിട്ടില്ല. ആ പെൺകുട്ടി മൂത്രമൊഴിച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കണം, അല്ലേ? പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ഒരു ആൺകുട്ടി മൂത്രമൊഴിച്ചാലോ ആ പെൺകുട്ടിയുടെ മൂത്രം കഴുകുമ്പോൾ കഴുകി വൃത്തിയാക്കണം? വേണ്ട. യുസബ്ബു മിൻ ബൗലിൽ ഗുലാം യുറസ്സു മിൻ ബൗലിൽ ഗുലാം വയുസബ്ബു മിൻ ബൗലിൽ ജാരിയ. പെൺകുട്ടിയുടെ മൂത്രവും ആൺകുട്ടിയുടെ മൂത്രവും തന്നെ വ്യത്യാസമുണ്ട്. വാസനയിൽ വ്യത്യാസമല്ലേ? ഓ, അതെല്ലാരും പറയും വ്യത്യാസമുണ്ട്. വാസനയിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളത്, എല്ലാറ്റിലും വ്യത്യാസമുണ്ട്. അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ച് സംവിധാനിച്ചത്. പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്നത് പടച്ച റബ്ബിനോട് ചെയ്യുന്നൊരു വെല്ലുവിളിയാണ്. ശൈത്താനെ പിറകിലേറ്റിയിട്ട് അവന്റെ ഹവയെ അവൻ സ്വീകരിച്ചിട്ട് ദൈവമാക്കി മുന്നിൽ വെച്ചിട്ട്, ഹവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? താന്തോന്നിത്വം. ഓന് തോന്നും പോലെ ചെയ്യും, ആരും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാ ഓന്റെ തല വിട്ടു, അല്ലെങ്കിൽ ചോദിച്ചാൽ അവനെതിരെ കേസ് കൊടുത്തു, സ്വാതന്ത്ര്യം നിഷേധിച്ചു, അതാണ് കേസ്. അനി ബാപ്പയും ചോദിക്കാൻ പാടില്ല, ഉമ്മയും ചോദിക്കാൻ പാടില്ല. ഫ്രീഡം അല്ലേ മുന്നിൽ ദൈവമായിട്ടുള്ളത്. ആണ് പെണ്ണിനെ പോലെ നടക്കരുത്, പെണ്ണ് ആണിനെ പോലെയും നടക്കരുത്. വസ്ത്രധാരണവും അങ്ങനെ സ്വീകരിക്കരുത്, ഹയാഇന്റെ കുറവാണ്. പെണ്ണിന്റെ വസ്ത്രം സ്വീകരിക്കുന്ന ആണിനെയും ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, പെൺകുട്ടികളെ വളർത്തുമ്പോൾ വാപ്പാര് ശരിക്കും ശ്രദ്ധിക്കണം. പെൺകുട്ടികൾക്ക് ധരിക്കേണ്ട വസ്ത്രമാണ് പെൺകുട്ടികൾ വാങ്ങിക്കൊടുക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി, മൂല്യൊരു വേദന കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി എന്നറിയരുത്. പെൺകുട്ടികൾക്ക് ധരിക്കാൻ പറ്റുന്ന വസ്ത്രം പെൺകുട്ടികൾ വാങ്ങിക്കൊടുക്കണം. ആൺകുട്ടികളെ വസ്ത്രം ആൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. ലാഭം കണ്ടിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കരുത്, കുട്ടികളല്ലേ രണ്ടു കൂട്ടർക്ക് ഒരേ വസ്ത്രം മതി എന്ന് തീരുമാനിക്കരുത്. അങ്ങനെയാണ് ചില വാപ്പാര്, വലിയ പിഷ്കന്മാരാ. അവരെന്ത് ചെയ്യും, ആ ടീഷർട്ട് അത് രണ്ടാക്കും ധരിക്കാം, ആ പാൻറ് രണ്ടാക്കും ധരിക്കാം. എന്ത് രണ്ടാക്കും ധരിക്കാം? അതാരെ പാൻറ്റാ? അത് ആണിന്റെ പാൻറ്റാ, അത് ആണിനെ ധരിക്കാവൂ, പെണ്ണ് ധരിക്കരുത്. അത് ധരിച്ച് ശീലമായാൽ കുറച്ചുകൂടി ഇങ്ങനെ വലുതായാൽ അത് തന്നെ വേണമെന്ന് പറയും. അത് അവരൊക്കെ ധരിക്കുന്നുണ്ട്. ഞാനൊക്കെ മുമ്പ് ധരിച്ചിരുന്നല്ലോ, നിങ്ങൾ എനിക്ക് ധരിപ്പിച്ചിരുന്നല്ലോ, ഞാൻ 5ാം ക്ലാസ്സിലാകുമ്പോൾ വീട്ടിൽ നിന്നല്ലേ ധരിച്ചിരുന്നത്, ഇപ്പം എന്താ അത് വേണ്ടാന്ന് പറയുന്നത്? ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മൗനം പൂച്ചയായിട്ട്, മൗനം പൂച്ച എന്ന് പറഞ്ഞാൽ മിണ്ടാതെ അനുസരിക്കുന്ന ആളെന്നർത്ഥം, അങ്ങനെ കേട്ടിട്ട് അതാണ് വാങ്ങിക്കൊടുക്കേണ്ടി വരും. വളർത്തുമ്പോൾ തന്നെ ആ ഒരു വ്യത്യസ്ത സ്വഭാവം ഉണ്ടത് സ്വീകരിക്കണം, അത് മാനിക്കണം. പുരുഷനെ പോലെ സ്ത്രീയെ പോലെ പുരുഷൻ മുടി വളർത്തിയിട്ട് ബാക്കിലേക്ക് അങ്ങനെ ചുറ്റിക്കൂട്ടി കെട്ടാൻ പാടില്ല. പുരുഷന്റെ മുടി കഴുത്തിന്റെ ഭാഗത്ത് പെരടിയുടെ ഭാഗത്തുമായാലും വെട്ടിയേക്കണം. ചെവിക്കുറ്റിയുടെ ഭാഗമാകുമ്പോൾ അതിന് കറക്റ്റാക്കി മുറിച്ചേക്കണം. ചെവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തൂക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും തൂക്കിയിട്ട് മുന്നിൽ ഇങ്ങനെ കെട്ടാക്കി എന്നെ ചുറ്റി വെച്ചിട്ട് ആ കെട്ടങ്ങോട്ട് നിർത്തി വെച്ചിട്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര നീണ്ടുപോന്ന് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുക. 4-5 മടക്കായിട്ട് ജിലേബിന്റെ വട്ടം പോലെ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുക. അതെന്നാലും മുന്നോട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ മാറിന്റെ ഭാഗത്ത് വരെ എത്തുന്നുണ്ട്. അങ്ങനെ നീട്ടാൻ പാടില്ല. അങ്ങനെ നീട്ടി വളർത്തേണ്ടത് സ്ത്രീകളാണ്. അതവർക്ക് അല്ലാഹു നൽകിയ ഭംഗിയാണ്. പുരുഷനെ പോലെ അവർ മുടി വെട്ടി ചെറുതാക്കിയിട്ട് ആണ് മുടി വാറുന്നത് പോലെ തല നോക്കിയാൽ ആണിന്റെ തല, ബാക്കി ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ പെണ്ണിന്റെ രൂപമാണ് തിരിയുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. പെണ്ണിനൊരു പെണ്ണിന്റെ മുടിയുണ്ട സ്വഭാവമാണ് സ്വീകരിക്കേണ്ടത്. ആണിന് ആണിന്റെ മുടിയുണ്ട സ്വഭാവമാണ് സ്വീകരിക്കേണ്ടത്. വസ്ത്രത്തിലും വ്യത്യസ്തതയുണ്ട്, ആ വ്യത്യസ്തത സ്വീകരിക്കണം. സഹോദരങ്ങളെ, പുരുഷൻ ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിക്കരുത്, സ്ത്രീ ധരിക്കുന്ന വസ്ത്രം പുരുഷൻ ധരിക്കരുത്. രണ്ടുപേർക്കും വേറിട്ട വസ്ത്രം ധരിക്കണം. പുരുഷന്റെ അതേ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, പുരുഷന്റെ അതേ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നല്ല ഡിഗ്രിന്റെ മേലെ നല്ല ക്വാളിഫിക്കേഷനും നല്ല വിജയശതമാനമുള്ള ഒരു സ്കൂള്, അവിടെ കൊണ്ടുപോയിട്ട് മുസ്ലിം ചേർക്കാൻ പാടില്ല. അതേത് വാപ്പന്റെ സ്കൂളായാലും ശരി. അവിടെ എന്താ യൂണിഫോം അറിയാം? ആണിന്റെ അതേ യൂണിഫോം ആർക്കും പെണ്ണിനും അവിടെ കൊണ്ടുപോയി ചേർക്കാൻ പാടില്ല. പഠിപ്പുണ്ടതിന്റെ കൊണ്ടു ചേർക്കുക, കുട്ടീന്റെ സംസ്കാരം തകർക്കുക പാടില്ല. അവിടെ കൊണ്ടു ചേർക്കാൻ പാടില്ല. എത്ര ക്വാളിഫിക്കേഷനുള്ള മാനേജ്മെന്റ് ആണെങ്കിലും ശരി, ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള തെളിവാണത്. പുരുഷന്റെ അതേ വസ്ത്രം പെണ്ണിനും
എന്നിട്ട് അതിൽ നമ്മൾ ഒപ്പുവെക്കുക. അന്ധന്മാരായ പിതാക്കന്മാർ പോയിട്ട് ഒപ്പുവെക്കുക, ഞങ്ങൾ അംഗീകരിച്ചു, അങ്ങനെ തന്നെ. എന്നിട്ട് മദ്രസയിൽ പോകുന്ന രണ്ട് മണിക്കൂർ 1 മണിക്കൂർ മദ്രസയിലേക്ക് പോകുന്ന ഈ കുട്ടിന്റെ വേഷവിധാനം ഇസ്ലാമിന്റെ വിശുദ്ധമായ വേഷം, അത് ദഹിക്കോ? ബാക്കി 8 മണിക്കൂർ 9 മണിക്കൂർ ഈ കുട്ടിന്റെ വസ്ത്രം എന്താ? ആണിന്റെ വസ്ത്രവും. എങ്ങനെയുണ്ട്? ഈ കുട്ടി തനി ആണിന്റെ വസ്ത്രം, ആണ് ധരിക്കുന്ന കുപ്പായല്ലേ, അതേ ഹാഫ് കൈ, ഈ മുട്ടിന്റെ വരെയുള്ള കൈയുള്ള ഒരു കുപ്പായിട്ട് അതേ പാൻറ് ഇട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് +2 പഠിക്കുന്ന പെൺകുട്ടി പോവുകയാണ്. ഇത്ര വലിയ നാണക്കേട്, ഈമാനിന്റെ കുറവ് നമുക്കല്ലാതെ വേറെ ആർക്കാ ബാധിച്ചത്? ശൈത്താനെ നമ്മളല്ലാതെ വേറെ ആരാ പിൻപറ്റി എന്ന് പറയാനുള്ളത്? സ്വീകരിക്കരുതാ മാർഗം. തനതായ ശൈലിയിൽ പഠിപ്പിക്കുന്ന, നിങ്ങൾ കണ്ടില്ലേ നമ്മളെ നാട്ടിൽ, ഈ നാട്ടിലൊക്കെ എന്തൊരു മുദ്രാവാക്യം ആൾക്കാർ വിളിച്ചിരുന്ന്? ഒരു ഹിജാബിന്റെ നിരോധനം, നിഖാബിന്റെ നിരോധനം, മുദ്രാവാക്യം എന്തോരാ വിളിച്ചിരുന്നത്? ആ നിഖാബ് ധരിച്ച് നടക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചത്, അള്ളാഹുവിന്റെ നിയമം വെച്ചത് ഏതെങ്കിലും സർക്കാരിനെ പ്രതിരോധിക്കാനല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ദുഃഖത്തിലായിത്താനല്ല, ഏതെങ്കിലും ഭരണാധികാരിക്ക് സപ്പോർട്ട് ചെയ്യാനല്ല. എന്താണ് അല്ലാഹു തആല അതിന് നമ്മോട് പഠിപ്പിച്ച നയം? ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുദൈൻ. പെൺകുട്ടികൾ ജിൽബാബ് ധരിച്ച് നടക്കണമെന്ന് പറയുന്നത് നല്ലവരാണെന്നവർ തിരിച്ചറിയപ്പെടാനും മറ്റുള്ളവരെ ശല്യം അവർക്ക് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. പൂവാലന്മാരവരെ പിന്നാലെ കൂടിയാൽ വിജയം കിട്ടൂല. കാരണം അവരെ മുഖം കാണുന്നില്ലല്ലോ, പുറത്തേക്ക് വഴി കാണാനുള്ള കണ്ണല്ലേ പുറത്തേക്കുള്ളൂ. അവരെ ശരീരത്തിന്റെ നെറ്റി വെളിവാകുന്നില്ലല്ലോ, പുരികം പോലും കാണുന്നില്ലല്ലോ, വഴി കാണാനുള്ളൊരു കണ്ണ് മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്തിനാണ് റബ്ബങ്ങനെ സംവിധാനിച്ചത്? ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുദൈൻ. അതുകൊണ്ട് ഈമാനുള്ള ഉപ്പമാരോട് പറയട്ടെ, മുദ്രാവാക്യം മാത്രം പോരാ, നമ്മൾ സ്വന്തത്തിലും സ്വന്തക്കാരിലും അങ്ങനെ സ്വീകരിക്കണം. നമ്മുടെ മക്കൾ ഇപ്പുറത്ത് നമ്മൾ മുദ്രാവാക്യം ചെയ്യാ, അപ്പുറത്ത് നമ്മളെ മക്കളെ പഠിക്കാൻ വിടുമ്പോ ആൺകുട്ടിയുടെ പാൻറ്റും ആൺകുട്ടിയുടെ ഷർട്ടും ധരിച്ച് ഒരു ചെറിയ ഷാളും തോളിലിട്ട് തലയിലൊരു തട്ടമുണ്ടോ ഇല്ല, മറച്ചിട്ടുണ്ടോ ഇല്ല, മക്കനയുണ്ടോ ഇല്ല, ഫുൾ കൈയുണ്ടോ ഇല്ല, അങ്ങനെ പഠിപ്പിക്കാൻ വിടുമ്പോ സമൂഹത്തിൽ നിന്ന് നമ്മൾ പിഴുതു മാറ്റുന്നത് ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, സംസ്കാരമാണ്, ഹയാ. നോക്കുന്നിടത്ത് പരിശുദ്ധി സ്വീകരിക്കാൻ പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശമല്ലേ? ഈ വസ്ത്രധാരണവും ഈ ശൈലിയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് ശൈത്താനാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളോട്, അവന്റെ പാതയങ്ങളോട് പിൻപറ്റരുത്. എങ്ങനെ നാം മഹാന്മാര് വിശദീകരിച്ചത്? ബിഇശാഅത്തിൽ ഫാഹിശതി, അനാവശ്യം പരത്തിക്കൊണ്ട് ദീന് പഠിപ്പിക്കാത്ത മോശമായ അവസ്ഥ അത് സമൂഹത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത്. വമൻ യത്തബി ഖുതുവാതിശ് ശൈത്താനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാചിന്റെ കാൽപ്പാടുകൾ ഒരാൾ പിൻപറ്റി ജീവിച്ചാൽ അവൻ വിജയിക്കുകയില്ല. കാരണം പിശാച് കൽപ്പിക്കുന്നത് അനാവശ്യവും വൽ മുൻകരി, ശറഅ വിലക്കിയ കാര്യങ്ങളുമാണ്. ശറഅ എന്താണോ വിരോധിച്ചത് അത് ചെയ്യാനാണ് പിശാച് കൽപ്പിക്കുന്നത്. ഇസ്ലാം ദീനി എതിർത്ത കാര്യങ്ങൾ, അനാചാരങ്ങൾ, അത് നീ സ്വീകരിച്ചോ, അത് ചെയ്തോ, അതിന് കുഴപ്പമില്ല എന്നാണ് നമ്മളോട് ശൈത്താൻ പറയുന്നത്. ആ ശൈത്താൻ പറയുന്ന വാക്ക് കേൾക്കാൻ പാടില്ല, അവന്റെ മാർഗങ്ങൾ പിൻപറ്റാൻ പാടില്ല. മോശപ്പെട്ട സംസ്കാരമാണ് അവൻ സമൂഹത്തിൽ വളർത്തുന്നത്. അവനോട് എതിർക്കുകയല്ലേ വേണ്ടത്, അവനോട് എതിർക്കുകയല്ലേ സഹോദരങ്ങളെ വേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലേ ശൈത്താൻ? ഇബ്ലീസ് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സങ്കടപ്പെടുന്ന സ്വഹാബിമാരോട് അവരോട് പറഞ്ഞില്ലേ, ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം നിങ്ങൾ ബഹുമാനിക്കുന്ന സൃഷ്ടികൾ
വ്യക്തികളിൽ നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ വഫാത്തായത്. തങ്ങളോടുള്ള മഹബത്ത് നിലനിർത്താൻ മറവ് ചെയ്യാതെ തന്നെ തങ്ങളെ കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുണ്ട്, മറവ് ചെയ്യണ്ട, ഇവിടെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ മതി. എന്നാ കാണാലോ, എപ്പോഴും നിങ്ങൾക്ക് കാണാലോ, ബഹുമാനിക്കാലോ, ആദരിക്കാലോ. ആട്ടി ഓടിച്ചവനെ ആ ശബ്ദം കേട്ടപ്പോഴേക്കന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി അത് ശൈത്താന്റെ വകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളോട് നിർദ്ദേശമുണ്ട്, നബിമാരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് അവരെ ഖബറടക്കപ്പെടേണ്ടത്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഇവിടെയാണ്, ഇവിടെ തന്നെ തങ്ങൾക്ക് ഖബർ ഒരുക്കണം. പിശാചിന്റെ കൂട്ടാളികളായി നമ്മൾ മാറരുത്. അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാന്റെ ഫضലും ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുകയാണ്. ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് നമ്മൾ ലാഘവത്തോടെ നിസ്സാരമായി കാണുന്ന സംഗതികളൊക്കെ ശൈത്താന് വലിയ ഇഷ്ടമാണ്. എന്താ നിസ്സാരമായി കാണുന്ന സംഗതി? കുറ്റം പറയാന്നുള്ളത് ആളുകളുടെ കാഴ്ചപ്പാട് വളരെ നിസ്സാരാണ്. ഒരാളെ ഇൻസൾട്ട് ആക്കുക എന്നുള്ളത് ആളുകളുടെ കാഴ്ചപ്പാട് വളരെ നിസ്സാരാണ്. ശൈത്താൻ അത് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. നമ്മളത് നിസ്സാരമായി കാണുന്നു എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഗീബത്തിനെ പറ്റി പറഞ്ഞിടത്തും, നമീമത്തിനെ പറ്റി പറഞ്ഞിടത്തും, കിബറിനെ പറ്റി പറഞ്ഞിടത്തും, റിയാഇനെ പറ്റി പറഞ്ഞിടത്തും, ചീത്ത പറയുന്നതിനും ഒക്കെ അത് നിങ്ങൾ പരിഗണിക്കാത്തത് വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. ഇമാം നബി റളിയല്ലാഹു അൻഹു അതൊക്കെ പാടില്ല, ഹറാമാണ് എന്നുള്ളതിന് മഹാനവറുകൾ ഉദ്ധരിച്ച ആയത്തതാണ്. വതഹ്സബൂനഹു ഹയ്യിന, ചെറുതാക്കി നിങ്ങൾ കാണുന്നു, നിസ്സാരപ്പെടുത്തി കാണുന്നു, ലാഘവത്തോടെ കാണുന്നു. പക്ഷേ വഹുവ ഇൻദല്ലാഹി അലീം, അല്ലാഹുവിന്റെ അടുക്കൽ അത് വളരെ ഗൗരവമേറിയതാണ്, ഭയങ്കരമാണ്. നിങ്ങൾ നിസ്സാരമാക്കി കാണുന്ന കാര്യം, നിസ്സാരമാക്കി ആളുകൾ കാണുന്ന സ്വഭാവങ്ങളില്ലേ, ആ സ്വഭാവങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാരാണ്? ശൈത്താനാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ശൈത്താനിന്റെ കൂട്ടാളികളാകരുത്, അവന്റെ എതിരാളികളായി ജീവിക്കണം. ആരൊക്കെയാണ് അവന്റെ എതിരാളികൾ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തില് ശൈത്താൻ ഇബ്ലീസ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇബ്ലീസ് ഒരു വയസ്സായ വ്യക്തിയുടെ രൂപത്തില് ഒരു വടിയും കുത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു. വന്നപ്പോ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഇബ്ലീസാണ്. നിങ്ങൾ അടുത്തേക്ക് വരാൻ വേണ്ടി അല്ലാഹു തആല എന്നോട് നിർദ്ദേശിച്ചു. എന്തിന്? എന്നോട് ചോദിക്കാനുള്ളതൊക്കെ തങ്ങൾക്ക് ചോദിക്കാമല്ലോ. മറുപടി ഞാൻ എങ്ങനെ പറയും? ഇബ്ലീസാണോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ നീ വന്നിരിക്കുന്നത്? ആ സമയത്ത് ചോദിച്ചു ഇബ്ലീസേ, കം അഅദാഉക മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ എതിരാളികൾ എത്രയുണ്ട്? എന്റെ ഉമ്മത്തിൽ നിന്ന് നിന്റെ എതിരാളികൾ, നിന്റെ ശത്രുക്കൾ എത്രയുണ്ട്? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, 15, 15 എണ്ണമുണ്ട്. 15 എണ്ണമുണ്ട് ഈ ഉമ്മത്തിൽ നിന്നുള്ള എതിരാളികൾ. ആരാണ് ആ ആളുകൾ? ഒന്നാമതായി പറഞ്ഞു, അന്തയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണ് നബിയെ ഒന്നാമതായും എന്റെ എതിരാളി. നിങ്ങൾ രംഗപ്രവേശനം ചെയ്തതോടെ, ഉദയം ചെയ്തതോടെ എന്റെ കഴിവ് പലതും അല്ലാഹു തആല കുറച്ചില്ലേ? എനിക്കുള്ള സ്വാധീനവും ശക്തിയും അല്ലാഹു തആല കുറച്ചില്ലേ? തങ്ങൾ പിറക്കുന്നതിന്റെ മുമ്പ് ഇബ്ലീസും അവന്റെ കൂട്ടാളികളും ഒന്നാൻ ആകാശത്തേക്ക് കയറി പുറപ്പെട്ട് അവിടുന്നുള്ള പല വിവരങ്ങളും കട്ടുകേട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി സ്വാധീനം ചെലുത്തി പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവം ഇബ്ലീസിനും കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നു. ആകാശ ലോകത്തേക്കുള്ളവന്റെ പ്രവേശനം പൂർണ്ണമായും വിലക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തതോടെ ഇനി ഖിയാമത്ത് നാൾ വരെ മുകളിലേക്ക് പ്രവേശനമില്ല. അന്ന് നേതാവ് ഇബ്ലീസ്, ശൈത്താന്മാരെ നേതാവ് പറഞ്ഞു, മുകൾ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നമുക്ക് തടയപ്പെട്ടെങ്കിൽ ഈ ഉമ്മത്തിലും നമുക്ക് സ്വാധീനം കുറയും. പലരെയും നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ പലരെയും കിട്ടൂല, സ്വാധീനിക്കാൻ നോക്കിയാൽ നമ്മളെ വലയത്തിൽ പലരും വീഴൂല. കാരണം മുൻകാലത്തുള്ള നബിമാരുടെ കാലത്ത് ഒന്നാൻ ആകാശത്തേക്കൊക്കെ പോകാനും മലക്കുകൾ പറയുന്ന വാർത്തകൾ കട്ടുകേൾക്കാനും അതിവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യാനും ഒക്കെ ഒരു സ്വാധീനം
സ്വാധീനം നമുക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തതോടെ ആ സ്വാധീനവും ആ കടിവും അവസാനിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് കയറി പുറപ്പെട്ടാൽ ചെങ്കോല് വർഷിക്കും. അതല്ലേ നമ്മൾ മൗലിദ് കിതാബിലൊക്കെ ഓതുന്നത്? ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടൊരു ഭാഗമാണത്. റുമിയത്തിശ് ശയാതീനു മിനസ്സമാഇ ബിശ്ശുഹുബിസ് സവാഖിബ്. പിശാചുക്കൾക്ക് അന്ന് ഏറുകിട്ടി. പ്രകാശിക്കുന്ന ചെങ്കോലുകളെ കൊണ്ട് അവരെ ശരീരത്തിന് ഏറുകിട്ടിയപ്പോ അവർ തിരിച്ചു വന്ന് നേതാവിനോട് സങ്കടപ്പെട്ട് കാര്യം പറഞ്ഞു. ആകാശലോകത്ത് നമ്മുടെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടെങ്കിൽ ഭൂമിയിലും നമുക്ക് സ്വാധീനം കുറയുകയാണ്. ഈ ഉമ്മത്തിൽ പലരെയും നമ്മളെ വഴിക്ക് പിടിച്ചാൽ കിട്ടൂല. അവരാണ് പിശാച് എങ്ങനെ കറക്കിയാലും കിട്ടാത്ത ആളുകൾ. അവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. ആ സ്റ്റേജിലേക്ക് ഉയരാൻ നമ്മുടെ അമലുകളുടെയും ഈമാനെയും നമ്മൾ പാകപ്പെടുത്തണം. അത് ശൈത്താനോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണ്. ഇബ്ലീസിനോട് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിമകൾക്ക് അവരെ മേലെ സ്വാധീനം ചെലുത്താൻ, അധികാരം ചെലുത്താൻ നിനക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്റെ അടിമകളായി ഞാൻ കണക്കാക്കുന്ന ആളുകൾ, ഈ പിശാചിന്റെ എതിരാളികൾ എന്ന് പറയുന്ന ഹദീസിൽ പഠിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെ അല്ലാഹുവിന്റെ സ്വീകാര്യോഗ്യരായ അടിമകളാണ്. അവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഏറ്റവും ഇബ്ലീസിന് എതിർപ്പ് കണ്ടില്ലേ? ശൈത്താനി എതിർപ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങളെ കൂടെപ്പിറപ്പായി ഓരോരുത്തർക്കും കൂടെയുള്ള ശൈത്താൻ, തങ്ങൾക്കും കൂടെ ഒരു ശൈത്താൻ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളെ ശൈത്താൻ അല്ലാഹു തആല മുസ്ലിം ആക്കി കൊടുത്തു. ഇനി അത് ഖൈർ മാത്രമേ പറയുള്ളൂ, ഷർറൊന്നും പറയൂല. ആയിഷ ബീവി റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ശരീരത്തിന് പിശാചിന്റെ സ്വാധീനമുണ്ട്, നിങ്ങളുടെ ഒക്കെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ശൈത്താനിന്റെ ഒരു സ്വാധീനമുണ്ട്. ഒരു ഭാഗത്ത് മലക്കിന്റെ സ്വാധീനം, ഒരു ഭാഗത്ത് ശൈത്താന്റെ സ്വാധീനം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എല്ലാവരെയും കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളെ കൂടെ അങ്ങനെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ വലാകിന്നനില്ലാഹു ആനനി അലൈഹി ഫാസ്ലമ ശൈത്താനി. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശൈത്താൻ മുസ്ലിമായി, അല്ലാഹു എന്നെ സഹായിച്ചു. എന്നാലും അവന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു കറങ്ങിയിട്ട് ഒന്ന് വസ്വാസാക്കാനൊക്കെ ചെറിയ ശ്രമം നടത്തിയിട്ടുണ്ട്. നടക്കൂല, എന്നാലും നടക്കുമോ എന്നൊരു നോട്ടം. അതുകൊണ്ടല്ലേ ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട നല്ല ശക്തിയുള്ള ഒരു ജിന്ന് എന്റെ മുന്നിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കളിക്കുക. പലപ്പോഴും അവനിങ്ങനെ ഞാൻ നിസ്കരിക്കുമ്പോ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തൂണിൽ പിടിച്ച് കെട്ടിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അവന് നേരം വെളുക്കുമ്പോ കാണായിരുന്നു. ഞാൻ അവിടെ ഈ പള്ളിന്റെ തൂണിൽ പിടിച്ചൊന്ന് കെട്ടിയിട്ടാലോ എന്ന് കരുതി. പക്ഷേ ഞാൻ അപ്പോഴേക്ക് എന്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ആലോചിച്ചു പോയി. ഞാൻ അവനെ വിട്ടുകൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. റബ്ബേ, എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണം. എന്റെ ശേഷം വരുന്ന പലർക്കും യോജിക്കാത്ത രീതിയിൽ നല്ല അധികാരവും കഴിവും എനിക്ക് നീ തരണം. പിശാചുക്കളെ കീഴ്പ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണം നടത്തിയത്. ഏതെല്ലാം തരത്തിലുള്ള ശൈത്താന്മാരാണ് ഉണ്ടായിരുന്നത്? വശയാതീന കുല്ല ബന്നാഇൻ വഗവാസ് വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. നല്ല നല്ല കെട്ടിടങ്ങൾ പെട്ടെന്ന് പടുത്തുയർത്താൻ പറ്റുന്ന നല്ല കഴിവുള്ള പ്രഗത്ഭന്മാരായ കുറെ ശൈത്താന്മാര്, കടലിന് അടിയിലുള്ള മുത്തുകളൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്ന മുങ്ങൽ വിദഗ്ധന്മാരായ പിശാചുക്കള്, കൂടുതൽ ഇടങ്ങേറുണ്ടാക്കുന്നവരോ അവര് ചെങ്ങലയിൽ ബന്ധിതസ്ഥരായി കഴിയുകയാണ്. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്. വേറൊരു കൂട്ടം ശൈത്താന്മാരുണ്ട്, അവരെ കീഴ്പ്പെടുത്തിയത് എങ്ങനെ? ചെങ്ങലയിൽ അവരെ കുരുക്കിട്ട് കിടത്തിയിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ അധികാരത്തില് ഞാനൊന്ന് കൈകടത്തിയത് വേണ്ടാന്ന് കരുതിയിട്ട് ഈ ഫിരീത്തിനെ ഞാൻ വിട്ടുകൊടുത്തു.
സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളായി മാറണം, ശൈത്താനിന്റെ ശത്രുവായി മാറണം, ശൈത്താനിന്റെ എതിരാളിയായി മാറണം, അവന്റെ കൂട്ടാളിയായി മാറരുത്. ശൈത്താനിന്റെ ജൽപ്പനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം. അവന് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് സങ്കടമുള്ള കാര്യങ്ങളാക്കി മാറ്റണം. അവൻ ഏറ്റവും സങ്കടം പെടുത്തുന്ന കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളാക്കി നിലനിർത്തണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, പിന്നെ ആരാണ് രണ്ടാമത്തെ ആള്? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി ഭരണം നടത്തുമ്പോ നാട്ടിലെല്ലാ ഭാഗത്തും നീതിയല്ലേ ഉണ്ടാവുക? അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൻ എൻ്റെ എതിരാളിയാണ്. മൂന്നാമത്തെ ആള് ഗനിയുൻ മുതവാളിയുൻ, വിനയാനിതനായ പണക്കാരനാണ്. പണമുണ്ട് പക്ഷേ അഹങ്കാരമില്ല. വിനയാന്വിതനായ സമ്പന്നനാണ്. അവന്റെ പണം ഉപയോഗിച്ച് അവന്റെ കുടുംബത്തിലെ പാവങ്ങളെ ഓരോരുത്തരെയും നല്ല രൂപത്തിൽ അവൻ പോറ്റി വളർത്തുന്നു. അവന്റെ കുടുംബത്തിൽ തന്നെ അനാഥകളുണ്ട്, മിസ്കീന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, വിധവകളുണ്ട്. അള്ളാഹു നൽകിയ പണത്തിൽ നിന്ന് ഒരു വകുപ്പ് അവർക്ക് കൊടുത്തിട്ട് സ്വന്തം കുടുംബത്തിന്റെ യശസ് കാത്തു സൂക്ഷിച്ച് വിനയത്തോടെ ജീവിക്കുന്ന സമ്പന്നൻ അവൻ ശൈത്താനിന്റെ എതിരാളിയാണ്. അള്ളാഹു നൽകിയ പണം കൊണ്ട് അവന് അഹങ്കാരമില്ല. ഏതെങ്കിലും ഭാഗത്തുള്ള ഹക്കായ മാർഗങ്ങൾ അവൻ തച്ച് തകർക്കുന്നില്ല. അവന്റെ സ്വാധീനം ഉപയോഗിച്ച് അനാവശ്യം നടപ്പിലാക്കുന്നില്ല. വിനയാന്വിതനായ സമ്പന്നൻ. നാലാമതായി പറയുന്നു താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരനാണ്. സത്യം പറയുന്ന കച്ചവടക്കാരൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, അവന് വലിയ സ്ഥാനമുണ്ട്. കച്ചവടം ചെയ്യാനല്ലാതെ കച്ചവടത്തിനാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല. അങ്ങനെ കുടുങ്ങി എത്രയോ സാധുക്കളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഞാനവർക്ക് അനുകൂലമായി ദ്വാരക്കാൻ വേണ്ടി പറയല്ല, കുടുങ്ങാതിരിക്കാൻ വേണ്ടി പറയാണ്. എന്തിനാണ് പണം ഇങ്ങനെ മോഹിച്ചിട്ട് 2 ലക്ഷം തന്നാൽ മാസം മാസം ഇത്ര തരാം, കച്ചവടത്തിന്റെ ലാഭമാണെങ്കിൽ അത്ര കറക്റ്റ് എങ്ങനെ പറയാൻ പറ്റുന്ന? കച്ചവടം കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ശതമാനം പറയാം, 3% 4% എന്നൊക്കെ പറയാം. എങ്ങനെ എല്ലാ മാസവും 2000 ലാഭം പറയാം? അങ്ങനെ കച്ചവടം ചെയ്തിട്ടില്ലേ പറയല്? എല്ലാ മാസവും അത്ര കറക്റ്റ് കിട്ടുമോ? ചില്ലറെങ്കിലും കുറച്ചുണ്ടാവില്ലേ? എല്ലാ മാസവും എങ്ങനെ 10000 ലാഭം പറയാ? എല്ലാ മാസവും എങ്ങനെ 20000 ലാഭം പറയാ? അങ്ങനെ ലാഭത്തിന് പറഞ്ഞ് പല ആൾക്കാരും 10 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം കൊടുത്ത് ഭാര്യന്റെ സ്വർണവും മഹർമാലയും ഉമ്മാന്റെതും ഉമ്മാമാന്റെതും ഉമ്മാമാന്റെ കാതിലുള്ള ചിറ്റടക്കം മുറിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ മാസം മാസം 10000 കിട്ടി. 2-3 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ട് മൊബൈൽ പിന്നെ അവനവന്റെ അക്കൗണ്ടിലേക്ക് ഒന്നും വരാതെ കണ്ടപ്പോ അന്വേഷണത്തിന് പോയപ്പോഴേക്ക് ആളെ കാണാനില്ല. ആള് ആസ്ട്രേലിയയിലെത്തി, അല്ലെങ്കിൽ ഇറ്റലിയിലെത്തി, അല്ലെങ്കിൽ ഫിജിയിലെത്തി, പെട്ടെന്നൊന്നും എത്താൻ പറ്റാത്ത വലിയ വലിയ ഏതോ പ്രദേശത്തിലെത്തി. ഇനി സ്ട്രോങ് ആയി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം മരിച്ചു എന്ന് കാണുമ്പോൾ ആളിവിടെ തലപൊക്കും ചെയ്യും. സഹോദരങ്ങളെ, അത് പണ ബിസിനസ്സാണ്. പണം വാങ്ങിയിട്ട് ഇവിടുത്തെ വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടുന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, പണത്തിന് പകരം പണം. അങ്ങനെ ഉണ്ടോ ഒരു കച്ചവടം? ഇസ്ലാം പഠിപ്പിച്ച ലാഭക്കൂറ് കച്ചവടമുണ്ട്. അതിന്റെ ശൈലി ഇതല്ല, രൂപവും ഇതല്ല, ഭാവവും ഇതല്ല. അതിൽ ഉടമസ്ഥനുണ്ട്, തൊഴിലാളിയുണ്ട്. ഉടമസ്ഥൻ തൊഴിലാളിക്ക് വിഹിതത്തിനനുസരിച്ച് കൂലി കൊടുക്കുന്നുണ്ട്, ലാഭത്തിൽ നിന്ന് ശതമാനവും കൊടുക്കുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചൊരു ലാഭക്കൂറ് കച്ചവടമുണ്ട്, ഖിറാലാണ്. അതിന്റെ ശൈലിയും രൂപവും ഭാവവും ഇങ്ങനെയല്ല. തെറ്റിദ്ധരിച്ചു പോയിട്ട് ലാഭം മോഹിച്ചിട്ട് ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിയിട്ട് നമ്മൾ അവസാനം വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആളുകളാകരുത്. കച്ചവടക്കാര് സത്യസന്ധരായ കച്ചവടക്കാരാകണം. കട്ടെടുത്തിട്ട് കച്ചവടം ചെയ്യരുത്, കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത്. സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്യണം. താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. കച്ചവടക്കാരൻ തോന്നും ചെലവാകണമെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ പറയണമെന്ന്. അതന്നെ സഹോദരങ്ങളെ കദിബ് എന്ന് പറഞ്ഞത്.
കളവ് എന്ന് പറഞ്ഞത് അതാണ്. കുറച്ചൊക്കെ ഉസ്താദെ പറയാതെ എങ്ങനെ സാധനം ചെലവാകുക? സത്യത്തിൽ കോഴിക്കോട്ട് ഒരു കമ്പനിയിൽ നിന്നുണ്ടാക്കിയതാണ്. അതിന്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മെയ്ഡ് ഇൻ ചൈന. അതെങ്ങനെ സത്യമാകാനാണ്? നിർമ്മാണം ചൈനയിൽ നിന്നല്ല, കോഴിക്കോട്ട് നിന്നാണ്. ഇത് കോഴിക്കോട് നിന്നാ അതിന്റെ പുറത്ത് എഴുതേണ്ടത്, ചൈന എന്നല്ല എഴുതേണ്ടത്. ആ എഴുതിയത് തെറ്റാണ്. ഇത് മുന്തിയ രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞാലേ ചെലവാകൂ. അതിനങ്ങനെ എഴുതി ഒട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. ബ്രാൻഡ് അല്ലാത്ത സാധനത്തിന് ഒന്ന് എഴുതി ഒട്ടിക്കുക, അത് ബ്രാൻഡ് സാധനമാണ്. അങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ മതി, ആൾക്കാരോട് പറഞ്ഞാൽ മതി സ്റ്റിക്കർ തരാൻ. ഉസ്താദ് ബ്രാൻഡ് സാധന അല്ലെങ്കിൽ കമ്പനി സാധനമാണ്, അതിനൊരു സീല്. ഇവന്റെ കടയിൽ നിന്ന് രാത്രി ഷോപ്പോ കഴിഞ്ഞതിന് ശേഷം ഒറ്റ സീല്. പിറ്റേന്നാകുമ്പോഴേക്ക് ആ 100 രൂപന്റെ സാധനത്തിന് 450 രൂപ. എന്താ 450 രൂപ? ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞതിന്റെ നോണല്ലേ? ബ്രാൻഡ് ഇവന്റെ സീലാ. ബ്രാൻഡ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബ്രാൻഡ് ഉണ്ട്. എത്രയോ നുണ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. ഇബ്ലീസിന്റെ എതിരാളി സ്വാദിഖായ താജിർ, താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. ഒരു ചെറിയ ഒരു കളവ് പോലും അതിൽ പറയാൻ പാടില്ല. മറ്റുള്ള ആളുകളെ പറ്റിക്കുന്നൊരു സ്വഭാവം പോലും പാടില്ല. നല്ല കച്ചവടക്കാരനാണോ എന്ത് സ്ഥാനമുണ്ട്, എന്ത് ബർക്കത്തുണ്ട്. കിട്ടുന്ന കുറച്ചാണെങ്കിലും നല്ല ബർക്കത്തുണ്ടാവും അതിൽ. നല്ല ഖൈർ അല്ലാഹു തആല തരും. കാരണം കച്ചവടം എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. ഒരു നാട്ടിലൊരു കച്ചവടം എന്നുള്ളത് അതൊരു ഫർള് കിഫയുടെ പരിധിയിൽ വരും. ജനങ്ങൾക്കുള്ളൊരു സേവനം കൂടിയാണ്. അത് പച്ചക്കറി ആണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ആളുകൾക്കൊരു ഖിദ്മ കൂടി ചെയ്യുന്നൊരു വിഷയം അതിലുണ്ട്. പക്ഷെ അത് സിദ്ഖ് കൂടെയാകണം. സത്യം അതാണ് കൂടെ ഉണ്ടാകേണ്ടത്. സത്യം പറയുന്ന കച്ചവടക്കാരനെ ശൈത്താന് കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കളവ് പറയിപ്പിക്കും. പിന്നെ പറയുന്നു അടുത്ത എതിരാളി, ആലിമുൻ മുസല്ലിൻ യതഖശഉ. അഞ്ചാമത്തെ എതിരാളി ഉമ്മത്തിൽ നിന്ന് ആലിമാണ്, നിസ്കരിക്കുന്ന ആലിമാണ്. യതഖശഉ, അവൻ ഭക്തനായ ആലിമാണ്. ഭക്തിയോടെ നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരോടും എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒക്കെ പറയട്ടെ, നിസ്കരിക്കുമ്പോ നമ്മളെ കൂടെ തന്നെ ഈ മൊബൈല് അത് സൈലന്റ് ആക്കിയോ വൈബ്രേഷനിലാക്കിയോ കൊണ്ട് നടക്കരുത്. അത് ഭക്തിയൊക്കെ ഒരു ഭാഗത്തൂടെ ചോർന്നു പോകും. കഴിവിന്റെ പരമാവധി ഭക്തി ഉണ്ടാകാൻ ഓഫാക്കണം എന്ന് എഴുതി വെക്കും. ആരും കേൾക്കാത്തൊരു വസിയത്താണത്. എല്ലാ പള്ളിയിലും മൊബൈൽ ഓഫാക്കുക. അപ്പൊ എന്താ ചെയ്യാറിയോ? അവരങ്ങനെ എഴുതി വെച്ചത് അത്രത്തോളം അനുസരിക്കാനാവൂല. കുറച്ചൊക്കെ ശൈത്താനും വേണ്ട നമ്മളനുസരിക്കുക. അതുകൊണ്ടത് സൈലന്റ് ആക്കി വെക്കും. ഇവന് നേരെ സുജൂദിന്റെ മുന്നിൽ മുറ്റത്തന്നെ. അതന്നെ ഒരു ഇടങ്ങേറാണ്. വെച്ചുകൊണ്ട് ലൈറ്റ് മിന്നുന്നു, ശബ്ദമൊന്നുമില്ല, കരകര ശബ്ദമൊന്നുമില്ല. ലൈറ്റ് മിന്നുമ്പോഴേക്ക് ഇവന്റെ മനസ്സ് സൂറത്തുൽ ഫാത്തിഹ നാവുകൊണ്ട് മനസ്സ് മുഴുവനും പടച്ചോനെ ആരാ. ഉച്ചക്ക് വിളിച്ചിരുന്ന ഒരാൾ, അയാളാണെങ്കിൽ പോയിട്ടോ കുറച്ച് കാശ് തരാനുള്ള ആളെന്ന്. ഈ ഫോൺ എടുത്തില്ലെങ്കിൽ സംഗതി പോകും. ഇനി വിളിച്ച് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ അതങ്ങനെ പോയി. അത്തഹിയ്യാത്തുൽ മുബാറക്കാത്ത് വരെ പോയി. എത്ര പെട്ടെന്ന് ആ ഖുശൂവോടുകൂടെ നിസ്കരിക്കുന്ന ഒരു ആലിം എന്ന് വെറുതെ പറഞ്ഞതല്ല. ആലിം അങ്ങനെ തന്നെ നിസ്കരിക്കണം. കാരണം ആലിം അതിന്റെ കറാഹത്തും സുന്നത്തും ഖിലാഫുലും ഒക്കെ പഠിച്ച ആളാണ്. ഖുശൂവോടെ ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ആലിമിനെ ശൈത്താനും പേടിയാണ്. വെറുതെ അവൻ എതിരാളിയായി കണ്ടത്. ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ഒരാളെ, നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാളെ ശൈത്താന് പേടിയാണ്. അവനെ പിന്തിരിപ്പിക്കാൻ തന്നെ ശൈത്താന് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഭക്തിപൂർവ്വം നിസ്കരിക്കണം. നല്ല അറിവോടെ നിസ്കരിക്കണം. അറിവോടെ നിസ്കരിക്കുന്ന ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളവന്റെ എതിരാളിയാണ്. ആറാമതായി പറഞ്ഞു മുഅ്മിനുൻ നാസിഹുൻ, നസീഹത്ത് നൽകുന്ന മുഅ്മിൻ, ഉപദേശിക്കുന്ന മുഅ്മിൻ. മറ്റുള്ളവർക്ക് ഉപദേശം പകരണം. നമ്മൾ ആരോടും ഒന്നും പറയാൻ പോകണ്ടെന്നാ പലരുടെയും സിദ്ധാന്തം. അത് ശരിയല്ല. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് പറ്റുന്ന ആളുകളാണോ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ നീ? കൃത്യമായും നിത്യമായും നിസ്കരിക്കുന്ന ആളാണോ? നിന്റെ ചുമതലയിലുള്ള മറ്റൊരു
കാര്യമാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക്. നീ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. മറ്റുള്ളവർക്ക് നീ ഉത്ബോധനം കൊടുക്കണം. നിന്റെ വക ഏതെങ്കിലും ഒരു ഉപദേശം ആർക്കെങ്കിലും ഫലിച്ചാൽ അത് വലിയ ഉപകാരമല്ലേ? നസീഹത്ത് ചെയ്യുന്ന മുഅ്മിനെ പിശാചിന് എപ്പോഴും എതിരാളിയാണ് അവൻ. കാരണം ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മറ്റാള് നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ആ കുടുംബം നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ഭാര്യ നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മക്കള് നന്നാകുന്നത്. നസീഹത്ത് കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. ബാപ്പമാരും മക്കളും തമ്മിലുള്ള വലിയൊരു ആത്മബന്ധം അതാണ്, നസീഹത്തിന്റെ ബന്ധമാണ്. എപ്പോഴും അവരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുക എന്നല്ല, സാരവത്തായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മക്കൾ ജീവിതം പകർത്തി മുന്നോട്ട് കൊണ്ടുവരിക. ഓരോന്നും ഇടയ്ക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ അത് ഫലിപ്പിക്കുക. അത് നല്ല കാര്യമാണ്. പിശാചിന്റെ എതിരാളിയാണ്. 7ാമതായിട്ട് മുഅ്മിനുൻ റഹീം, വാത്സല്യമുള്ള മുഅ്മിൻ, മറ്റുള്ളവരോട് കാരുണ്യം ചെയ്യുന്ന മുഅ്മിൻ. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, സ്വന്തം കുടുംബത്തിലെ പാവങ്ങളെ നോക്കണ്ടേ, അയൽവാസികളായ പാവങ്ങളെ നോക്കണ്ടേ, സമൂഹത്തിലെ പാവങ്ങളെ നോക്കണ്ടേ. ഏതൊരു പാവപ്പെട്ട വ്യക്തിയോടും വാത്സല്യമുള്ള ഹൃദയമുള്ള മുഅ്മിനായ മനുഷ്യൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. സ്വഹാബത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വിശേഷണമല്ലേ, റുഹമാഉ ബൈനഹും. സ്വഹാബിമാരാരാണ്? പരസ്പരം വാത്സല്യമുള്ളവരാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോ അയാളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണ്. ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണെന്ന് കേൾക്കുമ്പോഴേക്ക് എന്റെ വക എന്തെങ്കിലും കൊടുക്കണമെന്ന ചിന്തയില്ലേ, അത് റഹ്മത്തിന്റെ ചിന്തയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തില് കുറച്ച് ആളുകൾ വന്നു. അവരെ വേഷം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് അലിഞ്ഞുപോയി. പടച്ചോനെ, നേർക്ക് നേരെ ഔറത്ത് മറക്കാൻ മതിയായ വസ്ത്രമില്ലാത്തവരാണല്ലോ പലരും, ചെരുപ്പ് ധരിക്കാനില്ല, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകൾ ഏറെയായി, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. തങ്ങളെ മുഖം വായിച്ച സ്വഹാബ ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റുപോയി. പിന്നെ തങ്ങളെ മുന്നിലെത്തിയത് 2 കൂമ്പാരമാണ്. ഒന്ന് ഭക്ഷണത്തിന്റെ കൂമ്പാരവും മറ്റൊന്ന് വസ്ത്രത്തിന്റെ കൂമ്പാരവുമാണ്. ഇത് രണ്ടും നോക്കിയിട്ട് സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ നല്ലൊരു മാതൃക ആരാണോ സംവിധാനിക്കുന്നത് ആ ചെയ്യുന്ന ആൾക്ക് അതിന്റെ കൂലിയും, ആരൊക്കെ അതിനനുബന്ധിച്ച് ചെയ്യുന്നോ അവരുടെ കൂലിയും ഒക്കെ ചെയ്ത ആൾക്ക് ലഭിക്കും. തങ്ങൾ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കെന്നെ സ്വഹാബത്തിന്റെ മനസ്സലിഞ്ഞുപോയി. നിങ്ങളെ മനസ്സിന്റെ വിഷമം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അവരെ വസ്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത്. പല ഭാഗത്ത് ഓട്ടയായിട്ട് നഗ്നത കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളാണ് അവര്. പടച്ചോനെ, വസ്ത്രം ധരിക്കാനില്ലാത്തവരായി പോയല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളേറെയായി, ഇവരെ ഒന്ന് സഹായിക്കണം. ആ ഒരു റഹ്മത്തിന്റെ ചിന്ത വേണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആളുകൾക്ക് സ്വന്തം മാത്രം ചിന്ത ഏറി വരികയാണ്. നമ്മളെ കാര്യം, നമ്മളെ മക്കളെ കാര്യം, സ്വന്തം ചേട്ടന്റെയും അനുജന്റെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും കുടുംബതലത്തിലേക്ക് നമ്മൾ ചിന്ത നീട്ടണം. അവരും നമ്മളെ പോലെയുള്ളവർ തന്നെയാണ്, നമ്മുടെ രക്തങ്ങളുടെ വലിയ ബന്ധങ്ങളുടെ ഭാഗമാണ്. അവർക്കും വിശാലമായ റഹ്മത്ത് ചെയ്യണം. അതേ, കുടുംബക്കാർക്ക് മൊത്തത്തിൽ റഹ്മത്ത് ചെയ്യണം. ഒന്നും ഇല്ലാതെ പാവമായി ജീവിച്ച മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു 1000 ദിർഹം കിട്ടിയപ്പോ അതിൽ 500 ദിർഹം ഹാറൂൻ റഷീദിന്റെ വകയുള്ള സംഭാവനയാണ്. 500 ദിർഹം അവിടുത്തെ സൈന്യത്തിന്റെ വകയുള്ള സംഭാവനയുമാണ്. 1000 ദിർഹം എൻ്റെ കീശയിലിട്ടുകൊണ്ട് ഞാൻ വന്നു മക്കയിലേക്ക്, എൻ്റെ ഉമ്മാന്റെ അടുത്തേക്ക്. എൻ്റെ കീശയിലുള്ള പണം കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ധാരാളം കാശുണ്ടല്ലോ. ഉണ്ട് ഉമ്മ,
ഇത്രയും കാലം എന്നെ പഠിപ്പിച്ചതിന്, അധ്വാനിച്ച് എന്നെ പോറ്റി വളർത്തിയ ഉമ്മാക്ക് വരാൻ വേണ്ടി വന്നതാണ്. ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് വേണ്ട, നമ്മളെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത ശേഷം മോനിങ്ങോട്ട് കയറിയാൽ മതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ പഠിപ്പിക്കുന്നു വാത്സല്യത്തിന്റെ മനസ്സ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉടനെ പടിയിറങ്ങുന്നു. എന്നിട്ട് കുടുംബക്കാരടുത്ത് പോയിട്ട് ആ 1000 ദിർഹമും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, അതിനേക്കാളേറെ മൂല്യമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഭാവന വേറെയില്ല. പുറത്ത് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൂലിയും കൂടുതൽ മനസ്സ് നന്നാകാനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്നതും സ്വന്തക്കാരെ സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. വത്താമിനു, 8ാമത്തത് തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി, തൗബ ചെയ്തിട്ടുണ്ട്, ആ തൗബയിൽ അടിയുറച്ച് ജീവിക്കുന്നവനാണ്. തൗബ ചെയ്തു, റബ്ബേ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകൂല, ഇനി ഒരൊറ്റ തെറ്റിലേക്കും പോകൂല, പിന്മാറി. പിന്നെയും അവന്റെ മുന്നിൽ അതാ തെറ്റിന്റെ രൂപങ്ങളും ഭാവങ്ങളും ചാൻസുകളും വരുന്നു. തൗബയിൽ അവൻ അടിയുറച്ച് നിൽക്കുന്നു. റമളാനിൽ തൗബ ചെയ്തിട്ട് ശവ്വാലിന് മാറിയ ആളെ പറ്റിയല്ല, ഹജ്ജിന് പോയിട്ട് അറഫയിൽ തൗബ ചെയ്തിട്ട് നാട്ടിൽ വന്ന് മാറിയ ആളെ പറ്റിയല്ല പറയുന്നത്. ഒരു രോഗം അല്ലാഹു നൽകിയപ്പോ ഉടനെ തൗബ ചെയ്തു, ആ രോഗം കിട്ടിയപ്പോഴേക്കാൾ പഴയ അവസ്ഥയിലായി, അയാളെ പറ്റിയല്ല ഈ പറയുന്നത്. ജോലിയൊന്നും കിട്ടാതെന്നപ്പോ പഠിച്ച റബ്ബിനോട് തൗബ ചെയ്തു, നല്ല ജോലി അല്ലാഹു കൊടുത്തപ്പോ പിന്നെയും കുറ്റകൃത്യങ്ങളിലേക്ക് പോയി, അയാളെ പറ്റിയുമല്ല പറയുന്നത്. തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി, തൗബയിൽ അടിയുറച്ച് നിൽക്കുന്ന തൗബ ചെയ്ത മുഅ്മിനായ മനുഷ്യൻ, അവൻ ശൈത്താന്റെ പിശാചിന്റെ എതിരാളിയാണ്. 9ാമത്തെ ആള് മുതവര്രിഉൻ അനിൽ ഹറാം, ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അതിന് വലിയ കഴിവ് വേണ്ടയോ? കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ബട്ടണമർത്തുന്നതും മെസ്സേജ് അയക്കുന്നതും ചാറ്റിംഗ് നടത്തുന്നതും തുടങ്ങി ഹറാമിന്റെ രൂപഭാവങ്ങൾ പെരുത്ത് വരികയാണ്. സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള കഴിവാണ് നേടിയെടുക്കേണ്ടത്. ആ കഴിവാണ് പിശാചിന് നമ്മളിൽ നിന്ന് ഏറ്റവും വലിയൊരു എതിർപ്പായി കിട്ടുന്നത്. സ്വകാര്യതയാണ്. ആരും കാണാനോ നോക്കാനോ പകർത്താനോ ഇല്ല. ഒരൊറ്റ വീഡിയോയും നമ്മളെ മുന്നിൽ CCTV ആയി പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാലും ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കാൻ കഴിയണം. ഹറാമായ വിധത്തിലുള്ള സമ്പാദ്യം വേണ്ട, ഹറാമായ വിധത്തിലുള്ള സ്വത്ത് വേണ്ട. നിങ്ങളൊരു സ്ഥലം വിറ്റു, സ്ഥലം വിറ്റപ്പോ 15 ലക്ഷം കിട്ടി. 15 ലക്ഷം കയ്യിൽ വെച്ചാ പെട്ടെന്ന് ചെലവായി പോകും. സുബ്ഹാനല്ലാഹ്, പണപ്പെരുപ്പത്തിന് വേണ്ടി പലിശ ഉദ്ദേശിച്ച് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. വലിയ നട്ടമല്ലയോ? ലാഭം അതിന് ഉണ്ടാകൂലാന്ന് എന്റെ വകയല്ല, അല്ലാഹുവല്ലേ പഠിപ്പിക്കുന്നത്. യംഹഖുല്ലാഹു റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. യംഹഖുല്ലാഹു റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. പലിശയായി കിട്ടുന്ന മുഴുവനത്തിന്റെയും ബർക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. വയുർബിസ് സദഖാത്ത്, ദാനധർമ്മങ്ങളെ അല്ലാഹു വളർത്തും, അതിനെ വികസിപ്പിക്കും. ചെറിയ ഒരു ശതമാനം കിട്ടിയാൽ കൊണ്ടുപോയിട്ട് വികസിപ്പിക്കുക പലിശയിലൂടെ. 10-15 മാസം കഴിയുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് പലിശ വാങ്ങുക. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാകരുത് നമ്മൾ ഭക്ഷിക്കുന്നതും കുടുംബത്തെ ഭക്ഷിപ്പിക്കുന്നതൊക്കെ. കഴിവിന്റെ പരമാവധി ക്ഷമയോടെ പിടിച്ചു നിന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് സുഗമമാം വിധത്തിൽ അധ്വാനിക്കുക. അതിൽ ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏതെല്ലാം നല്ല മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ സമ്പത്ത് വിനിയോഗിക്കുക, ശേഖരിക്കുക. നല്ല മാർഗങ്ങളെക്കാൾ കൂടുതലുള്ളത് ഹറാമിന്റെ മാർഗങ്ങളാണ്. പണപ്പെരുപ്പുണ്ടാക്കുന്നതിന് കൂടുതൽ അങ്ങനെയാണ്. അത് ഓരോ ഐറ്റംസ് ആണ് ഓരോ മാസം കൂടുമ്പോൾ വരുന്നത്. ആളുകളൊക്കെ ചോദിക്കുന്നു, ചോദ്യം അവസാനം എത്തിച്ചേരുന്നതൊക്കെ ഒരേ വിഷയത്തിലേക്ക്, റിബ, പലിശ. മുഖങ്ങൾ മാറുകയാണ്, ഐറ്റംസുകൾ മാറുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീട് പലിശ കൊടുക്കുക, വാഹനം പലിശ കൊടുക്കുക, അല്ലേ?
പിന്നെന്തൊക്കെ പലിശ കൊടുക്കുന്നത്? ആഭരണങ്ങൾ പലിശ കൊടുക്കുക, ഇങ്ങനെ ഉപകരണങ്ങൾ എന്തെല്ലാമോ കൊടുക്കുന്നു, വാഹനങ്ങൾ കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം സ്വീകരിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്തൊരു സൂക്ഷ്മതയാണെന്നറിയോ? മഹാന്മാരെ സൂക്ഷ്മത, മഹതിമാരെ സൂക്ഷ്മത കാണരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മതയുടെ രൂപത്തിൽ ഒരു വാക്ക് പറഞ്ഞു സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട്. ചെറിയൊരു സംഭവം പറയട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ചത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അബ്ദു. സൗദാ ബീവിന്റെ ബാപ്പയുടെ പേരാണ് സംഅത്ത്. ഈ സംഅത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചതിനെ പറ്റി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ഉത്ബ, അയാൾ വിശ്വാസിയായിട്ടില്ല. ഉത്ബ മരിക്കുന്നതിന് മുമ്പ് സഅദ് ബിൻ അബി വഖാസ് തങ്ങളോട് മദീനയിൽ വെച്ച് പറഞ്ഞിരുന്നു, മക്കത്ത് പോയാല് അവിടെ സംഅത്തിന്റെ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ സ്വീകരിക്കണം, ആ കുട്ടി എന്റേതാണ്, ഞാൻ അവിഹിത മാർഗത്തിലൂടെ ബന്ധപ്പെട്ടുണ്ടായ കുട്ടിയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് പറയുന്ന അടിമയുടെ കുട്ടി എന്റേതാണ്, നീ അത് സ്വീകരിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കത്ത് വന്നപ്പോ സൗദാ ബീവിന്റെ സഹോദരൻ അബ്ദുവിനെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടോ? ഉണ്ട്. ആ അടിമ സ്ത്രീക്ക് ഇപ്പൊ അടുത്ത് കുട്ടി ഉണ്ടായോ? ആ കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയെ എനിക്ക് തരണം, അതെന്റെ സഹോദരന്റെ കുട്ടിയാണ്. അപ്പൊ അബ്ദു പറഞ്ഞു, അതെന്റെ വാപ്പാന്റെ അടിമ സ്ത്രീയാണ്. ബാപ്പാന്റെ അടിമ സ്ത്രീക്ക് കുട്ടി ഉണ്ടായാൽ അതെന്റെ സഹോദരനാണ്, ബാപ്പാന്റെ കുട്ടിയായിട്ടാണ് കൂട്ടുക. അതല്ല, അതെന്റെ സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു, എന്റെ സഹോദരൻ നേരത്തെ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും, ആ കുട്ടിയെ നീ സ്വീകരിക്കണം. രണ്ടുപേരും തർക്കത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാഷ്, കുട്ടിന്റെ അധികാരം സയ്യിദിനാണ്. അതുകൊണ്ട് അബ്ദുവിനോട് പറഞ്ഞു, അബ്ദു, നിന്റെ ബാപ്പയുടെ അടിമക്ക് ജനിച്ച കുട്ടിയാണ്, കുട്ടിയെ നീ വളർത്തിക്കൊള്ളും നിന്റെ സഹോദരനായിട്ട്, കുഴപ്പമില്ല. ഈ കുട്ടി വേശ്യാവൃത്തിയിൽ ഉണ്ടായതാണെന്നോ അപ്പുറത്ത് പറയുന്നത്? വേശ്യാവൃത്തി ചെയ്ത ആൾക്ക് കൊടുക്കേണ്ടത് വലിൽ ആഹിരി അൽ ഹജറു, വേശ്യാവൃത്തി ചെയ്ത ആൾക്ക് കല്ലാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കല്ലോണ്ട് എറിഞ്ഞിട്ട് കൊല്ലണം അയാളെ, അയാൾ മരിച്ചുപോയി, അതാ കൊടുക്കേണ്ടത്. പക്ഷെ ആ കുട്ടിന്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോ ഉത്ബയുടെ ഒരു സാദൃശ്യത കണ്ടു. ആ മുഖത്ത് മുഖച്ഛായ അങ്ങനെ കണ്ടപ്പോ, അങ്ങനല്ലേ മുഖം നോക്കിയാൽ ചിലർ പറയും അപ്പാനെ പോലെ ഉണ്ട്, ഉമ്മാനെ പോലെ ഉണ്ട് എന്ന് പറയല്ലോ. മോഡൽ കണ്ടപ്പോ ഉത്ബയുടെ ഒരു മോഡൽ, ഈ മോഡൽ കണ്ടപ്പോ തത്വത്തിൽ നിയമത്തിൽ ഇത് സൗദാ ബീവിന്റെ സഹോദരനായിട്ട് ഗണിക്കപ്പെടും. ഈ ഒരു മുഖസാദൃശ്യത കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൗദാ, ഒരിക്കലും ഈ കുട്ടിയെ നീ കണ്ടുകൂടാ. ഇഹ്തജിബി മിൻഹു യാ സൗദാ, ഈ കുട്ടിയിൽ നിന്ന് നീ മറഞ്ഞു നിൽക്കൂ സൗദാ. സൗദാ ബീവി റളിയല്ലാഹു അൻഹയോടത് പറഞ്ഞപ്പോ സൗദാ ബീവി റളിയല്ലാഹു അൻഹ അത് സ്വീകരിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, മരിക്കുന്നത് വരെ ഒരിക്കൽ പോലും സൗദാ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ കണ്ടിട്ടില്ല. എന്തേ കാരണം സഹോദരന്മാരെ? എന്തേ കാണാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മുഖച്ഛായ കണ്ടപ്പോ, റുത്തുബയുടെ സാദൃശ്യത കണ്ടപ്പോഴാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പറഞ്ഞത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു സൂക്ഷ്മതയിലായിട്ട് അങ്ങനെ ജീവിച്ചു. ഒരിക്കൽ പോലും ആ കുട്ടിയെ കാണാതെ ജീവിച്ചു. അതാണ് ശരിയായ നിലക്കുള്ള സൂക്ഷ്മത. അതാണ് ശരിയായ നിലക്കുള്ള സൂക്ഷ്മത. ഹറാമിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. 9ാമത്തെ ആള് മുഅ്മിനുൻ യുദാവിമു അല ത്വഹാറ, ത്വഹാറത്ത് പതിവാക്കി നടക്കുന്ന മുഅ്മിൻ. ഉളു മുറിഞ്ഞാ പിന്നെ ഉളു കൊടുക്കുക. ഒരു മുളു മുറിയുമ്പോ പിന്നെ ഉളു കൊടുക്കുക. നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ദായിമുൽ ഉളു നിത്യമാക്കി നടക്കുന്ന മനുഷ്യൻ അവന് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുന്നതാണ്. രാത്രി തന്നെ നോക്ക്, നിങ്ങൾ കിടക്കുമ്പോൾ ഉളു എടുത്ത് കിടക്കുന്ന ആൾക്ക് എന്തൊരു മഹത്വമുണ്ട്. ആ കിടത്തത്തിൽ, ആ ഉറക്കത്തിലാണ് ആൾ മരിക്കുന്നെങ്കിൽ തന്നെ ഈമാനോടെ മരിക്കാൻ പറ്റുന്ന നല്ല റാഹത്തോടെ. കിടക്കുമ്പോൾ ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ഉളു എടുക്കണം. ബ്രഷൊക്കെ ചെയ്ത് ഉളു എടുത്തുകൊണ്ടുള്ള ഉറക്കം. എപ്പോഴും ഉളു ഇങ്ങനെ ദായിമാക്കി നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലിയാണ്. അവിടുന്ന് എപ്പോഴും ത്വഹാറത്ത് ദായിമായി സ്വീകരിക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെങ്കിലും ഒന്ന് തങ്ങളൊന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോഴേക്ക് സ്വഹാബത്തിനോട് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ തന്നെ ഉളു എടുക്കും. നിസ്കാരത്തിന് ടൈമൊന്നും ആയിട്ടുണ്ടാവില്ല.
എപ്പോഴും വുളൂ സൂക്ഷിച്ച് നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കേണ്ടി വരും. ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് വുളൂ മുറിയുന്നതാണെങ്കിൽ കുറച്ച് അകറ്റി നിർത്തേണ്ടി വരും ചെയ്യും. വുളൂ മാത്രം എടുത്തിട്ട് കാര്യം ഉണ്ടാകൂല, അതുകൂടി ശ്രദ്ധിക്കേണ്ടി വരും കൂട്ടത്തില്. അപ്പൊ ദായിമുൽ വുളൂ ആയ മനുഷ്യൻ മുഅ്മിൻ, അവൻ പിശാചിന്റെ ശത്രുവാൻ. 11-11 ആള് മുഅ്മിനുൻ കസീറു സ്വദഖ, സ്വദഖ ധാരാളം ചെയ്യുന്ന മുഅ്മിൻ. അവനോടും പിശാചിന് വലിയ ശത്രുതയാണ്. പൊതുവെ പിശാചിന് ഇഷ്ടമെന്താണ്? സ്വദഖ കൊടുക്കരുത് എന്നാണ് പിശാച് കൽപ്പിക്കുന്നത്. കൊടുത്താൽ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെയല്ലേ പിശാച് ജൽപ്പിക്കുന്നത്? കൊടുക്കണ്ട. നമ്മളെ സമ്പത്തില് അങ്ങനെ ഒരു സ്വാധീനം പിശാചിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും ജനങ്ങളോട് നിങ്ങൾ കൂറുചേരണം, പങ്കുചേരണം. ശൈത്താന് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശമാണ്. അപ്പൊ സമ്പത്ത് നല്ല വഴിക്ക് കൊടുക്കാൻ നോക്കുമ്പോ കൊടുക്കണ്ട, കൊടുത്താൽ പെട്ടെന്ന് തീർന്നു പോകുമെന്നവൻ പറയും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയോ ധാരാളം കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. കൊടുക്കുന്നതിന് പകരം തരുമെന്നും അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വമാ അൻഫഖതും മിൻ ഖൈരിൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. എന്ത് നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം തരും. ഏറ്റവും നല്ല അർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാൻ. കൊടുക്കാനുള്ള കഴിവും വലിയൊരു കഴിവാണ്. അതേ, ശൈത്താന് വാഗ്ദത്തം ചെയ്യുന്നത് കൊടുക്കണ്ട, പെട്ടെന്ന് തീർന്നു പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. പല ആവശ്യങ്ങളും ഇല്ലേ എന്ന് നമ്മളോട് ചോദിപ്പിക്കുന്നു. ധാരാളം സ്വദഖ ചെയ്യാൻ കഴിയുന്ന മുഅ്മിൻ, അവൻ പിശാചിന്റെ എതിരാളിയാണ്. പിന്നെ പറയുന്നു വത്താനി അശറ മുഅ്മിനുൻ ഹസനുൽ ഖുലുഖി, സൽ സ്വഭാവിയായ മുഅ്മിൻ, നല്ല സ്വഭാവത്തോടെ നല്ല പെരുമാറ്റത്തോടെ ജീവിക്കുന്ന മുഅ്മിൻ. മുഅ്മിനീങ്ങളെ നല്ല സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേരേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മഹാന്മാരത് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല സ്വഭാവമുള്ള മുഅ്മിനായ മനുഷ്യന് 3 കാര്യം വേണം. 1 ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൽപ്പിക്കണം. വഅരിൽ അനിൽ ജാഹിലീൻ, വിവരദോഷികൾ വല്ലതും പറഞ്ഞാൽ അത് മാറിക്കളയണം, അത് മൈൻഡാക്കാതെ ജീവിക്കണം, സ്വബർ ചെയ്ത് ജീവിക്കണം. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് ഏറ്റവും നല്ല സ്വഭാവമാണ്. സ്വന്തത്തിലും കുടുംബത്തിലും അയൽക്കാരിലും നാട്ടുകാരിലും കൂട്ടുകാരിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. സൽ സ്വഭാവിയായ മുഅ്മിൻ, അവൻ പിശാചിന്റെ എതിരാളിയാണ്. അതേ, 13 ആള് മുഅ്മിനുൻ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് പരോപകാരം ചെയ്ത് ജീവിക്കുന്ന മുഅ്മിൻ. സ്വഹാബിമാരുടെ വിശേഷണങ്ങളല്ലേ ഈ സൂചിപ്പിച്ചതൊക്കെ. അവരുടെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ്, അവരുടെ ഉപകാരം എത്ര നല്ല ഉപകാരമാണ്. പാതിരാത്രിയിൽ പാവങ്ങളുടെ വീട് നോക്കിയിട്ട് ആ വീട്ടുകാരിലേക്ക് സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുത്തിരുന്ന വലിയ മഹാനുഭാവനല്ലേ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നുൽ ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സാമൂഹ്യ രംഗത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിരുന്ന വലിയൊരു മഹാനാണ്. മരണപ്പെട്ടപ്പോഴാണ് എത്രയാണ് അതിന്റെ കട്ടിയും കനവും എന്നറിഞ്ഞത്. മരിച്ചു കഴിഞ്ഞിട്ട് ജനാസ കുളിപ്പിക്കുമ്പോ തോളിന്റെ 2 ഭാഗത്തും ചുമലിന്റെ 2 ഭാഗത്തും കറുത്ത 2 അടയാളങ്ങൾ കാണുന്നു. ജനങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഈ കറുത്ത അടയാളം? അപ്പോഴാണ് അനുഭവിച്ച ആളുകൾ പറയുന്നത്, മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ രാത്രി ഉറങ്ങുമ്പോ ഞങ്ങളെ വീട്ടിലേക്ക് കൊട്ടയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്നതിന്റെ അടയാളമാണ് വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുന്ന കറുപ്പ്. സുബ്ഹാനല്ലാഹ്, അവര് സയ്യിദന്മാരായാൽ തന്നെ എത്ര ദറജയാണ്. അതിനു പുറമേ പാവങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ ഉപകാരങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നു. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യുക. 14 അടയാളം, 14 ശത്രു ഹാമിലുൽ ഖുർആനി യുദീമു ഖിറാഅതഹു, ഖുർആൻ വാഹകനാണ്, പതിവായി ഖുർആൻ ഓതുന്നു.
എന്നും ഖുർആൻ ഓതുക, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതുക. ഖുർആൻ ഓതാത്ത ഒരു ദിവസമില്ല, ഖുർആൻ ഓതാത്ത ഒരു സമയമില്ല. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതും. ഖുർആൻ കാണാതെ പഠിച്ചു സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയെന്നല്ല. ഹാമിലുൽ ഖുർആൻ യുദീമു ഖിറാഅതഹു, ദായിമായി ഖുർആൻ ഓതുന്ന ഹാമിലുൽ ഖുർആൻ അവൻ പിശാചിന്റെ ശത്രുവാണ്. അവനെ കീഴ്പ്പെടുത്താനും സ്വാധീനിക്കാനും പിശാചിന് വലിയ പ്രയാസമാണ്. 15ാമത്തെ ആള് ഖായിമും ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. സഹോദരങ്ങളെ, നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ, കഴിയാത്തതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ 15 ആളുകളും ഈ ഉമ്മത്തിൽ നിന്ന് എൻ്റെ ശത്രുക്കളാണെന്ന് ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ അവന്റെ പ്രിയക്കാരായിട്ട് നമ്മൾ മാറരുത്. അവന്റെ എതിരാളികളായിട്ടുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ വെച്ച് പുലർത്തണം. അവസാനം പറഞ്ഞത് കണ്ടില്ലേ, ഖുർആനോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ നോക്കുമ്പോ, കുടുംബങ്ങൾ നോക്കുമ്പോ ഖുർആനോത്ത് കുറയുകയാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, രാവിലെ എഴുന്നേറ്റൊരു ഖുർആൻ കയ്യിൽ പിടിച്ച് ഖുർആൻ ഓതുകയും മക്കളെ എല്ലാവരെയും നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ ഉടനെ ഖുർആൻ ഓത്ത് ശീലിപ്പിക്കുകയും ചെയ്യണം. പഴയ കാലങ്ങളുടെ വീടുകളിൽ എന്തൊരു അന്തരീക്ഷമാണ്. ഇന്നുള്ള വീടുകളൊക്കെ സൗകര്യങ്ങൾ ഏറെയുണ്ട്. 10-10, 10-15, 10-12 വിസ്തൃതിയിലുള്ള വിശാലതയുള്ള റൂമുകളുണ്ട്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്കോ മനസ്സിന് വലിയ ഇടങ്ങേറാണ്, ശരീരങ്ങൾക്ക് വലിയ ദുർബലതയാണ്, സന്തോഷവും സമാധാനവും കുറവാണ്. കാരണം വീടിലെ സമാധാനം അതിൻ്റെ ടെറസ് നോക്കിയിട്ടല്ല, വീട്ടിലെ സന്തോഷം റൂമിന്റെ വിശാലത നോക്കിയിട്ടല്ല, ഉപകരണങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല, ഭക്ഷ്യവസ്തുക്കളുടെ ബാഹുല്യം നോക്കിയിട്ടല്ല. വീടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഖുർആൻ പാരായണമാണ്. അതുകൊണ്ട് നന്നായി വീടുകളിൽ ഖുർആനോത്ത് അധികരിപ്പിക്കണം. പിശാചിന്റെ സ്വാധീനം വീടുകളിൽ കുറക്കണം, വ്യക്തിപരമായ ജീവിതത്തിൽ കുറക്കണം. അതിനാ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം. ആ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുധാവനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്വീകരിക്കുകയും ഏലിക്കുകയും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. മഹാന്മാരായ ആളുകൾ എന്തിനും ഏതിനും അവർ പറഞ്ഞിരുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വാഹനത്തിൽ മിനയിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും പോകാൻ പറ്റുമോ? നടന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റുമോ? വാഹനത്തിൽ തവാഫ് ചെയ്യാൻ പറ്റുമോ? തവാഫ് കഴിഞ്ഞിട്ട് നിസ്കരിക്കേണ്ടതുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് സായി ചെയ്യാൻ ഉടനെ തന്നെ പ്രവേശിക്കേണ്ടതുണ്ടോ? എല്ലാറ്റിനും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നത് ഒറ്റ ആയത്താണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്തിലും അല്ലാഹുവിന്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃകകൾ സ്വായത്തമാക്കി നമ്മുടെ ജീവിതവും സംസ്കാരങ്ങളും സ്വഭാവങ്ങളും നന്നാക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരണം. ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ്, വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തില്ലാതെ, അവന്റെ ഫളിലില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ഫളിലും ഇല്ലെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ നിന്ന് ഒരാളുടെയും ഖൽബും ഒരിക്കലും
പരിശുദ്ധിയിലേക്ക് ഉയരുകയില്ല. അല്ലാഹു തആല നമുക്ക് നൽകുന്ന റഹ്മത്ത്, അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഔദാര്യം, അല്ലാഹു നമുക്ക് നൽകുന്ന വിട്ടുവീഴ്ച എല്ലാം ഒന്ന് ഇടക്കിടക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. അസാൻമാർഗിക രംഗങ്ങൾ ലോകത്ത് പൊടിപിടിക്കുമ്പോ എല്ലാ മഹല്ലത്തുകളിലും മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ചൂഷണത്തിന്റെയും ആളുകൾ വർദ്ധിക്കുമ്പോ ഇപ്പോഴും ഇബാദത്തിന് മുടക്കമില്ലാതെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ അവിവേകം ചെയ്തത് മൂലം വലിയ അദാബ് ഇറക്കിയിട്ട് അല്ലാഹു അവരൊക്കെ നശിപ്പിച്ചെങ്കിൽ അതിന്റെ സന്ദർഭം നോക്കുകയാണെങ്കിൽ എത്രയോ നമ്മുടെ സമൂഹത്തിൽ അത് ആവർത്തിക്കണം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, മുൻഗാമികളായ ആളുകളെ ഒറ്റയടിക്ക് അദാബ് ഇറക്കി നശിപ്പിച്ചതുപോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കല്ല അല്ലാ. ആ ഒരൊറ്റ റഹ്മത്തിന്റെ തേട്ടം കൊണ്ട്, അല്ലാഹു നൽകുന്ന വിശാലമായ റഹ്മത്ത് കൊണ്ട് ഇത്യാദി അനാവശ്യങ്ങളും അനാചാരങ്ങളും വ്യാപിച്ചിട്ടും ഇബാദത്തിന് സൗകര്യം കുറയാതെ സൗന്ദര്യം പോകാതെ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ആരുടെയും അന്തസ് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി ഖൽബ് നന്നാക്കി അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.